ശ്രീമതി സുലൈഖ ടീച്ചറെ ഗുരുദേവ നാമത്തിൽ ക്ഷണിക്കുന്നു. ഗുരു വിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. നിത്യനായക നീതിചക്രമതിന്തിരിച്ചെലിനക്ഷമാ സത്യമുൾക്കമലത്തിലും സ്ഥിരമായി വിളങ്ങുകനാവിലും പ്രത്യഭൂവെടിയാതെയും മടിയാതെയും കരകൊടിയിൽ പ്രത്യനം ഹൃദയാർന്ന ഭാവന കർമ്മശക്തി കളിക്കുക. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ പ്രണാമങ്ങൾ അർപ്പിക്കുന്നു. SNDP ശാഖായോഗം 2454 പഴന്തോട്ടം സംഘടിപ്പിച്ചിരിക്കുന്ന ഗുരുദേവ പ്രതിഷ്ഠാ വാർഷികത്തിൻ്റെ 12ാമത് പ്രതിഷ്ഠാ വാർഷിക ഉത്സവ മഹാമഹമാണ്. ഈ മഹനീയമായ ചടങ്ങിന് സാരഥ്യം വഹിച്ച ശാഖായോഗത്തിൻ്റെ ഭാരവാഹികൾക്കും മറ്റ് പോഷക സംഘടനാ ഭാരവാഹികൾക്കും അതുപോലെ സാന്നിധ്യം കൊണ്ട് ഈ സദസ്സിനെ ധന്യമാക്കുന്ന സജ്ജനങ്ങൾക്കും കുടുംബാംഗങ്ങൾക്കും എല്ലാം എൻ്റെ വിനീതമായ നമസ്കാരം. നമുക്കറിയാം, നാം ഇന്ന് വളരെ ഇരുട്ടിൻ്റെ ഒരു ലോകത്തേക്ക് നടന്നെടുക്കുന്ന ഒരു കാഴ്ച നമുക്കിന്ന് കാണാം. അപ്പോഴും ഗുരുദേവ ദർശനം സപ്തസാഗരങ്ങളും കടന്ന് തെളിഞ്ഞ് മികവുറ്റതായി പ്രകാശിച്ചു നിൽക്കുന്ന കാഴ്ചയും നമുക്ക് കാണാം. ഗുരുവിൻ്റെ പ്രതിഷ്ഠാ വാർഷികം അതൊരു ഉത്സവ മഹാമഹമായി കൊണ്ടാടുമ്പോൾ ഈ സുഹൃതികളോട് എങ്ങനെയാണ് അതിനൊരു നന്ദി അറിയിക്കുക എന്ന് എൻ്റെ വാക്കുകൾക്ക് അതീതമാണത്. കാരണം ഒരു ഉത്സവ മഹാമഹം സംഘടിപ്പിക്കുക മാത്രമല്ല, ഗുരുവിൻ്റെ തൃക്കരങ്ങൾ കൊണ്ട് രചിതമായ കൃതി തന്നെ എടുത്ത് വിചാരം ചെയ്യുവാനായ ഒരു വേദി ഒരുക്കി തരിക എന്ന് പറഞ്ഞാൽ അത് നമുക്ക് ഇവരിലൂടെ ഗുരു കനിഞ്ഞരുളിയ അനുഗ്രഹമായിട്ട് തന്നെ ഞാൻ കരുതുന്നു. കാരണം മഹാഗുരുവിൻ്റെ ദർശനം നമ്മൾ പറഞ്ഞതുപോലെ ഇന്ന് ലോകം മുഴുവൻ തെളിവാർന്ന് നിൽക്കുകയാണ്. കാരണം എന്താണ് എന്നാൽ വാക്കും പ്രവൃത്തിയും ഒരുപോലെ ചേർത്ത് വെച്ച ഋഷീശ്വരനാണ് ഗുരു. ഗുരു ഒന്നും പ്രസംഗിച്ചില്ല, ഗുരു പറഞ്ഞിട്ടേ ഉള്ളൂ, ഗുരു ജീവിച്ചിട്ടേ ഉള്ളൂ. എന്താണോ ഗുരുവിൻ്റെ ദർശനം അത് ഗുരു സ്വജീവിതത്തിലൂടെ നമുക്ക് കാണിച്ചു തന്നു. 73 വർഷത്തോളം അവിടുന്ന് നടന്നു നീങ്ങിയത് അത്രയും ഗുരു അനുഭവിച്ച ആത്മസാക്ഷാത്കാരത്തെ അജ്ഞതയിൽ ആണ്ടുകിടക്കുന്ന ഒരു ജനവിഭാഗത്തിന് കൂടി പകർന്നു കൊടുക്കുന്നതിനുള്ള ഒരു ഭൗതികവും ആത്മീയവുമായ സാഹചര്യം ഒരുക്കുന്നതിനു കൂടി ആയിരുന്നു. അത്തരുണത്തിലെ ഗുരുവിൻ്റെ അവതാര ഉദ്ദേശം എന്താണെന്നും ഗുരു എന്തിനാണ് ഈ ലോകത്ത് പ്രവർത്തിച്ചത് എന്നും ഗുരു സമൂഹത്തിന് നൽകുന്ന സന്ദേശം എന്താണ് എന്നും ഒക്കെ അറിയണമെങ്കിൽ തീർച്ചയായും നാം ഗുരുവിൻ്റെ തൃക്കരങ്ങൾ കൊണ്ട് രചിതമായ കൃതികളിലൂടെ തന്നെ സഞ്ചരിക്കുന്നു. ഇത് പഠിക്കാതെ ഗുരു ആരാണെന്നും
അല്ലെങ്കിൽ എന്താണെന്നും ഒക്കെയുള്ള കാര്യങ്ങളിൽ അഭിപ്രായം പറയുന്നത് അക്ഷന്തവ്യമായ തെറ്റ് തന്നെയാണ്. ഏതായാലും ഇന്ന് നമ്മൾ ഗുരുവിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു കൃതി തന്നെയാണ് വിചാരം ചെയ്യുന്നത്. അതിനു മുമ്പ് പ്രതിഷ്ഠാ വാർഷികത്തെക്കുറിച്ച് പറയുമ്പോൾ ലോകത്തിൽ ആദ്യമായി ഗുരുവിനെ ആരാധന ചെയ്ത സ്ഥലം എവിടെയാണെന്നറിയാമോ? ലോകത്തിൽ ആദ്യമായി ഗുരുവിനെ ആരാധന ചെയ്ത സ്ഥലം തിരുവനന്തപുരം ജില്ലയിലെ കുളത്തൂർ കോലത്തുകരയിലാണ്. പിന്നീട് ഗുരുവിനെ ലോകത്തിൽ ആദ്യമായി പഞ്ചലോക വിഗ്രഹം പ്രതിഷ്ഠിച്ച് ആരാധന ചെയ്ത സ്ഥലം എവിടെയാണെന്ന് അറിയാമോ? തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രത്തിന്റെ തിരുസന്നിധിയിൽ, അല്ലെ? ഇവിടെ രണ്ടിടത്തും പോയിട്ടുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കൈപോക്കാമോ? തലശ്ശേരിയിൽ പോയിട്ടുണ്ടാവും, അല്ലെ? കുളത്തൂര് പോയിട്ടുള്ളവരൊന്ന് കൈപോക്കാമോ? അവിടെയും പോയിട്ടുണ്ട്. ഓക്കെ. അപ്പോ നമ്മൾ പറഞ്ഞു വന്നത് കുമാരനാശാനാണ് കുളത്തൂർ കോലത്തുകരയിലെ ഗുരുവിൻ്റെ ഫോട്ടോ, അതായത് തിരുവിതാംകൂറിലെ മഹാരാജാവിൻ്റെ കൊട്ടാരം ചിത്രകാരനായിരുന്ന കുഞ്ഞകൃഷ്ണക്കുറുപ്പ് ഗുരുവിൻ്റെ അനുവാദത്തോടും അനുഗ്രഹത്തോടും കൂടി ഗുരുവിനെ ഇരുത്തിക്കൊണ്ട് നോക്കി വരച്ച ചിത്രം, എണ്ണച്ചായ ചിത്രം അവിടെ പ്രതിഷ്ഠ ചെയ്തത് കുമാരനാശാനാണ്. ഗുരുവിന്റെ ഷഷ്ഠബ്ദി പൂർത്തി ആഘോഷത്തോടനുബന്ധിച്ച് അവിടെ പ്രതിഷ്ഠ ചെയ്തത്, അവിടുത്തെ ഗുരുമന്ദിരത്തിൽ പ്രതിഷ്ഠിച്ചത് കുമാരനാശാനാണ്. നമുക്ക് ഏറ്റവും അറിയപ്പെടാത്തതും നമ്മൾ അറിയേണ്ടതുമായ പല കാര്യങ്ങളും നമുക്ക് ഗദ്യപ്രാർത്ഥനയിലൂടെ ഗുരുദേവ ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നതാണ്. അതായത് പറഞ്ഞു വന്നത്, തലശ്ശേരി ജഗന്നാഥ ക്ഷേത്ര സന്നിധിയിൽ നിന്നും ഗുരുവിൻ്റെ ഫോട്ടോ എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു KK ശേഖരൻ എന്ന ചിത്രകാരൻ, ഒരു ഫോട്ടോഗ്രാഫർ ശിവഗിരിയിലേക്ക് വരുന്നുണ്ട്. വരുമ്പോൾ തന്നെ ഗുരുവിനറിയാം എന്താണ് KK ശേഖരന്റെ മനസ്സിൽ എന്താണെന്ന് ഗുരുവിനറിയാം. നമ്മളെ മുന്നിൽ പോയി നിന്നാൽ മതി, ഗുരുവിനെ എല്ലാം അറിയാം. അപ്പോൾ ചോദിക്കുന്നുണ്ട്, സ്വാമി അവിടുത്തെ പടമെടുക്കാൻ വന്നതാണ്. അപ്പോൾ സ്വാമി പറയാണ്, നാണയത്തിലെ പോലെ ചരിഞ്ഞിരുന്നു കൊണ്ടല്ലേ ശേഖര? അപ്പോൾ ശേഖരന്റെ മനസ്സിലും ഉള്ള ചിന്ത ഗുരു സ്വാമിയെ അങ്ങനെ ഇരുത്തി പടം പിടിക്കണമെന്നായിരുന്നു. അപ്പോൾ അതേ സ്വാമി. അപ്പോൾ ചോദിക്കുകയാണ്, തൊട്ടടുത്ത ഒരു മാവ് ചൂണ്ടിക്കാണിച്ചിട്ട് അതിലെ ഒരു മാമ്പഴം ചൂണ്ടിക്കാണിച്ചിട്ട് പറയാണ്, ഈ മാമ്പഴത്തിന്റെ പടം പിടിക്കാൻ പറ്റുമോ ശേഖര? പറ്റു സ്വാമി. അടുത്ത ചോദ്യം, അതിന്റെ രസപ്പടം പിടിക്കാൻ പറ്റുമോ? മാമ്പഴത്തിന്റെ മധുരത്തിന്റെ ചിത്രം പിടിക്കാൻ പറ്റുമോ? ഇല്ല. ഒരു പായസം കുടിച്ചിട്ട് ആ പായസത്തിന്റെ മധുരം വാക്കുകൊണ്ട് പറഞ്ഞാൽ മനസ്സിലാവോ? അപ്പൊ ഗുരു എന്താ പറഞ്ഞത്? എന്തായിരിക്കും അതിന്റെ അർത്ഥം? ഗുരുവിന്റെ ഫോട്ടോ എടുത്ത് വിഗ്രഹം ഉണ്ടാക്കി അതിൽ ആരാധന ചെയ്താൽ മാത്രം ഗുരു പറഞ്ഞത് മനസ്സിലാകുമോ എന്നല്ലേ ചോദ്യത്തിന്റെ അർത്ഥം, അല്ലേ? ശ്രദ്ധിച്ച് കേൾക്കുക കേട്ടോ. പിന്നെ മറ്റൊരു സന്ദർഭത്തിൽ ഗുരു ചോദിക്കുന്നുണ്ട്, നമ്മുടെ വാക്ക് പിടിക്കാൻ പറ്റുമോ? ഇതെല്ലാം സൂചിപ്പിക്കുന്നത് ഗുരു അരുളിയ വാക്കുകൾ ആണ് നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തേണ്ടതെന്നും നമ്മുടെ മനസ്സിനെ തെളിവാർന്നതാക്കേണ്ടതും എന്നൊക്കെയല്ലേ? എന്നുവെച്ചാൽ ഗുരുവിനെ ആരാധന ചെയ്യേണ്ടതെന്നാണോ? അല്ലേ? ആരായുകിൽ അന്ധത്വമൊഴിച്ചാതിമഹസിൻ നേരാം വഴി കാട്ടും ഗുരുവല്ലോ പരദൈവം. ആരാധ്യൻ അതോർത്തിയിടുകിൽ ഞങ്ങൾക്ക് വിടുന്ന നാരായണമൂർത്തേ, ഗുരുനാരായണമൂർത്തേ. ഭഗവാനെ, അവിടുന്ന് ഞങ്ങൾക്ക് ആരാധ്യനാണ് എന്ന് പറഞ്ഞത് കുമാരനാശാനാണ്, അല്ലേ? ഗുരുസ്തവത്തിലൂടെ കുമാരനാശാൻ പറഞ്ഞു തന്നു, ഭഗവാനെ, ഞങ്ങളുടെ അജ്ഞാനത്തെ മാറ്റി ഇരുട്ടിന്റെ ലോകത്ത് നിന്ന്
ഞങ്ങളെ ആത്മീയമായ ഉയർച്ചയിലേക്ക് കൈപിടിച്ചുയർത്തിയ ഭഗവാനെ, അങ്ങ് തന്നെയാണ് ഞങ്ങൾക്ക് പരദൈവം, അങ്ങ് തന്നെയാണ് ഞങ്ങൾക്ക് ആരാധ്യൻ എന്ന് പറഞ്ഞ കുമാരനാശാൻ തന്നെയാണ് കുളത്തൂർ കോലത്തുകരയിലെ ഗുരുദേവന്റെ ആ ഫോട്ടോ അനാച്ഛാദനം ചെയ്തത് ഷഷ്ഠി പൂർത്തിവേളയിൽ. തിരുവനന്തപുരം ഇനി നിങ്ങൾ അടുത്ത ശിവഗിരി തീർത്ഥാടനത്തിന് പോകുമ്പോൾ കുളത്തൂർ കോലത്തുകരയിലേക്കും കൂടി ഒന്ന് പോകണം. അരുവിപ്പുറവും ശിവഗിരിയും കഴിഞ്ഞാൽ ഭഗവാൻ ഏറ്റവും കൂടുതൽ സമയം ചിലവഴിച്ചിട്ടുള്ളതും ആ പാദസ്പർശം ഏറ്റിട്ടുള്ളതുമായ പുണ്യഭൂമിയാണ് കുളത്തൂർ കോലത്തുകര. നമ്മൾ നേരെ കുളത്തൂരിലെ ക്ഷേത്രത്തിലേക്ക് ചെല്ലുമ്പോൾ ആ കുളത്തൂർ ആ ക്ഷേത്രത്തിൻ്റെ ആ പടി കടക്കുമ്പോൾ നേരെ നോക്കുന്നത് ഈ ഫോട്ടോയിലേക്കാണ്. ആ മണ്ണിനെ ഒന്ന് തൊട്ട് തലോടിയിട്ട്, ഭഗവാനെ ഇതിലേതാണ്, ഏത് മണത്തരിയിലാണ് അങ്ങ് സ്പർശിച്ചത്, അതുമേ ചവിട്ടാതെ അതിനെ തൊട്ട് വന്ദിച്ചുകൊണ്ട് എനിക്ക് എൻ്റെ പാദങ്ങൾ വെക്കണമല്ലോ എന്ന് പോലും നമ്മൾ ഓർത്തു പോകും. കാരണം അത്രയും പുണ്യമായ ഒരു സ്ഥലമാണ് കുളത്തൂർ കോലത്തുകര. അവിടെ വെച്ചാണ് ഗുരു ഗദ്യപ്രാർത്ഥന എന്ന കൃതി രചിക്കുന്നത്. അപ്പോൾ പറഞ്ഞു വന്നത്, ഗുരുവിൻ്റെ യഥാർത്ഥ ചിത്രം എന്താണെന്ന് കാണണമെങ്കിൽ പച്ചിലച്ചാറ് കൊണ്ട് മനോഹരമായ ആ എണ്ണച്ചായ ചിത്രം ഗുരു പത്മാസനത്തിലിരുന്നപ്പോൾ ഗുരുവിനെ നോക്കി വരച്ചപ്പോൾ ഗുരു അത് പ്രതിഷ്ഠാവേള ഗുരു പറയുകയാണ്, ഇത് നാം തന്നെയല്ലോ, ഇത് നാം തന്നെയാണല്ലോ. അപ്പോൾ ഇത് പറയാനുള്ളത്, ഗുരുവിൻ്റെ ഫോട്ടോ നമുക്ക് ധാരാളം ഫോട്ടോകൾ വാങ്ങാൻ കിട്ടും. ഇങ്ങനെ വരയ്ക്കുന്നവരുണ്ടെങ്കിൽ കുളത്തൂർ പോയിട്ട് ആ ഗുരുവിൻ്റെ മുഖമൊക്കെ ഒന്ന് കണ്ടിട്ട് അതുപോലെ വരയ്ക്കാൻ ശ്രമിച്ചാൽ ഒരു ഒറിജിനാലിറ്റി കിട്ടും എന്നും കൂടി പറയുകയാണ്. അപ്പോൾ ഇനി പോകുമ്പോൾ കുളത്തൂർ തീർച്ചയായും പോകണം കേട്ടോ. കുളത്തൂർ പോയിട്ട് ചെമ്പഴന്തിയിലേക്ക് പോകുമ്പോൾ അവിടെ നിന്ന് വളരെ കുറച്ച് ദൂരമേ ഉള്ളൂ കുളത്തൂരേക്ക് പോകാനായിട്ട്. അവിടെ ഗുരുവിൻ്റെ ഫോട്ടോ, ലോകത്തിൽ ആദ്യമായി ഗുരുവിനെ ആരാധന ചെയ്ത സ്ഥലം, ഗുരു സശരീരനായിരിക്കുമ്പോൾ ഗുരുവിനെ ആരാധന ചെയ്ത സ്ഥലമാണ് കുളത്തൂര്. ഇനി നമ്മുടെ ഗദ്യപ്രാർത്ഥനയുടെ ആമുഖത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്കറിയാം, പണ്ട് അധമ ആരാധനയും നിലനിന്നൊരു കാലമാണ്. സാത്വിക ദൈവങ്ങളെ ആരാധന ചെയ്യാനുള്ള അവകാശം നിഷേധ്യമായിരുന്നൊരു കാലഘട്ടം കൂടി ഉണ്ടായിരുന്നു. അന്ന് ദേവി, അതായത് ഭദ്രകാളി, ഉഗ്രമൂർത്തിയായ ഭദ്രകാളി പ്രതിഷ്ഠ ഉണ്ടായിരുന്ന സ്ഥലമാണ് കുളത്തൂർ കോലത്തുകര. അവിടെ ആൽത്തറയുണ്ടായിരുന്നു, മാടന്തറയുണ്ടായിരുന്നു, അതിനോടടുത്ത് തന്നെ വലിയൊരു സർപ്പക്കാവ് ഉണ്ടായിരുന്നു. എത്ര നൂറ്റാണ്ട് പഴക്കമുണ്ടെന്ന് പറയാൻ പോലും പറ്റാത്ത രീതിയിൽ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള, നൂറ്റാണ്ടുകളായി ജനങ്ങൾ ആരാധിച്ചു വന്ന ഉഗ്രമൂർത്തിയായ ഭദ്രകാളി വിഗ്രഹം. അവിടെ ജന്തുബലിയൊക്കെ നടത്തിയിരുന്നു, തൂക്കം ഒക്കെ നടത്തിയിരുന്നു. ഒത്തിരി ആരാധനാ സമ്പ്രദായങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ജന്തുബലി ഉണ്ടായിരുന്നു. അപ്പോൾ ഗുരു അവിടെ വന്നിട്ട് സാത്വികമായ ഒരു ആരാധനാ സമ്പ്രദായത്തിലേക്ക് ജനങ്ങളെ നയിക്കുന്നതിന് വേണ്ടിയിട്ട് ഗുരു ആ ഭദ്രകാളി വിഗ്രഹത്തെ ഇളക്കി മാറ്റാൻ പറഞ്ഞു. ഇളക്കി പ്രതിഷ്ഠ എന്നാലോചിച്ച് നമുക്ക്, ഒരു ആൽത്തറയിലാണെങ്കിൽ പോലും തിരി കത്തിക്കുന്ന ഒരു കൊച്ചു കല്ലാണെങ്കിൽ പോലും നമുക്ക് ആർക്കെങ്കിലും എടുത്തൊന്ന് അങ്ങോട്ട് മാറ്റിവെക്കാനുള്ള ത്രാണിയുണ്ടോ? ഉണ്ടോ? ഇല്ല. ഇത് നൂറ്റാണ്ടുകളായി ആരാധന ചെയ്തിരുന്ന ജനമനസ്സുകളിലേക്ക് തലമുറകളായി പകർന്ന ആരാധനാ സമ്പ്രദായം നിലനിന്നിരുന്ന ഒരു ക്ഷേത്രം, ഒരു മഹാക്ഷേത്രം. അവിടെ വന്നിട്ട് ഗുരു ആ വിഗ്രഹത്തെ ഇളക്കിയെടുത്തു. ഒരു ദൈവത്തിന് മാത്രമേ ദൈവം എന്താണെന്ന് അറിയാനും ആരെയാണ് പ്രാർത്ഥിക്കേണ്ടത്, ആരാധന ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു തരാനും സാധ്യമാവുകയുള്ളൂ എന്ന് ആദ്യം അറിയുക. ഗുരു ഇളക്കി മാറ്റിയ ഭദ്രകാളി വിഗ്രഹം പിടിച്ചു മാറ്റാൻ ഒറ്റയാൾ വേണ്ടി വന്നില്ല, കുറേ ആളുകൾ വേണ്ടി വന്നു. അത്രയും ഭാരമുണ്ടായിരുന്നു. അതിനെ ഗുരു പുഷ്പം പോലെ എടുത്തിട്ട് ഗുരു പറഞ്ഞു, ഇത് ഇനി ഇവിടെ വയ്ക്കണ്ട, കാരണം ഇത് ഇനി ആരാധന ഇവിടെ ഇത് ചെയ്യണ്ട, അതിന് പകരം ഇതാ ക്ഷേത്രത്തിൻ്റെ വടക്ക് പടിഞ്ഞാറ് മൂലയിലേക്ക് മാറ്റി അതവിടെ വെച്ചിട്ടുണ്ട്. ഇപ്പോഴും അതവിടെ ഉണ്ട്. എന്നിട്ട് ഗുരു ഒരു നിർദ്ദേശം വെച്ചു, അവിടെ ഒരു സാമ്പ്രാണി പോലും കത്തിക്കരുത്. കാരണം
പഴകിയ ജന്തുബലി തുടങ്ങിയ ആചാരങ്ങൾ കൊടുത്തിരുന്ന മൂർത്തിയാകുമ്പോൾ ജനങ്ങൾ പിന്നെയും അതും ആരാധനയിലേക്ക് പോകാൻ സാധ്യതയുള്ളത് കൊണ്ട് ഗുരു പറയുകയാണ്, ഒരു സാമ്പ്രാണി പോലും അവിടെ കത്തിക്കണ്ട, അതവിടെ ഇരുന്നോട്ടെ. പിന്നെയും വരുന്നവർ എന്ത് ചെയ്യും? തൊഴുതിട്ട് അവിടെ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ അവിടെ ഇപ്പോൾ ഒരു വസ്ത്രം കൊണ്ടത് മൂടി വെച്ച രീതിയിലാണ്. അത് മാത്രമല്ല, ആ ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശനം ആ ക്ഷേത്ര ഭരണസമിതിയിലെ ആളുകൾ ഉഗ്രമായ വ്രതമെടുത്തതിന് ശേഷം ഉത്സവ സമയത്ത് മാത്രമാണ് ആ ക്ഷേത്രത്തിൻ്റെ അകത്തേക്ക് ക്ഷേത്ര ഭാരവാഹികൾ കയറുന്നത്. അല്ലാതെ പുറത്തുനിന്ന് വരുന്നവർ ആ ക്ഷേത്രത്തിലേക്ക് കയറാറില്ല. ഇതൊക്കെ പറഞ്ഞു വന്നത് ഗദ്യപ്രാർത്ഥനയുടെ ഒരു ആമുഖമാണ്. അങ്ങനെ കുളത്തൂർ അവിടെ ആ ഭദ്രകാളി വിഗ്രഹത്തെ ഇളക്കി മാറ്റി മനോഹരമായ ശിവലിംഗത്തെ പ്രതിഷ്ഠിച്ചു. കോലതിരേശൻ സ്തവം എന്ന മനോഹരമായ കൃതി എഴുതി നമ്മൾ ചൊല്ലാറുണ്ട്. കോലതിരേശ സ്തവം അല്ലേ? ശിവനെ അവിടെ ശിവസ്തുതിപരമായ മനോഹരമായ ഒരു സ്തോത്രകൃതിയാണ് കോലതിരേശ സ്തവം. അവിടെ ഒരു പ്രത്യേകതയും കൂടിയുണ്ട്. അതിനെ എന്തിനാണ് എല്ലായിടത്തും നിറഞ്ഞിരിക്കുന്ന ഈശ്വരനെ, രൂപമില്ലാത്ത ഈശ്വരനെ എന്തിനാണ് രൂപത്തിൽ പ്രതിഷ്ഠിച്ചത്? കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നിരവധിയായ വിഗ്രഹങ്ങൾ കൂടി പ്രതിഷ്ഠിച്ചു തന്നു. എന്തിനാണ് അത് പ്രതിഷ്ഠിച്ചത് എന്ന് പറഞ്ഞത് ഈ കോലദിനേശ സ്തവത്തിലാണ്. ആ വരി ഏതാണെന്നറിയോ? രൂപമില്ലാത്ത ഈശ്വരനെ രൂപം തന്ന്, ഏകമാണ് ഈശ്വരൻ എന്ന് പറഞ്ഞിട്ട് ശിവനെ തന്നു, സുബ്രഹ്മണ്യനെ തന്നു, ദേവിയെ തന്നു, ഗണപതിയെ തന്നു, പല പല വിഗ്രഹങ്ങളെ തന്നത് എന്തിനാണ് എന്ന് ഗുരു പറഞ്ഞത് കോലദിനേശ സ്തവത്തിലൂടെയാണ്. ഏതാണെന്നറിയോ? സർവാശ്രയമെങ്ങും നിറയുന്നോന വിഭക്തർക്ക് ഇവ്വാറൊരു രൂപം ഭജനത്തിനു ധരിപ്പോ ആലസ്യമൊഴിച്ചപ്പര ബോധം തരണം ശ്രീ കോലത്തുകര കോവിലിൽ വാഴും പരമേശൻ. ഭഗവാനെ, ഞങ്ങൾക്കറിയാം ഈശ്വരൻ എന്താ പറയുക, ഒരു കുഞ്ഞുറുമ്പിലും മണ്ണിലും വെണ്ണിലും തൂണിലും തുരുമ്പിലും സർവ്വതിലും നിറഞ്ഞിരിക്കുന്നത് ഈശ്വരന് രൂപമില്ലാന്ന് ഞങ്ങൾക്കറിയാം. പക്ഷേ ആ രൂപമില്ലാത്ത ഈശ്വരനെ പ്രാർത്ഥിക്കാൻ ഞങ്ങൾക്കറിയില്ല. അതുകൊണ്ട് ഇത് ആ പരമാത്മാവാണെന്ന് സങ്കല്പിച്ചുകൊണ്ട് ഈ രൂപം, ഇവാറൊരു രൂപം, ഈ രൂപം ഭജനത്തിന് മാത്രം. എന്നിട്ട് നീ എത്തേണ്ടത് എവിടെയാ? ആലസ്യമൊഴിച്ച് പരബോധത്തിലേക്ക്, പരമാത്മബോധത്തിലേക്ക് എത്തണം. നിന്നിൽ തന്നെയുള്ള ആത്മീയതയെ പ്രകാശിപ്പിച്ച് ആ പരമ്പൊരുളിലേക്ക് എത്തണമെന്ന് ഗുരു പറഞ്ഞ സ്ഥലവും കൂടിയാണ് കോലത്തുകര, കോലദിനേശ സ്തവം എന്ന പ്രാർത്ഥനയിലൂടെ. അപ്പോൾ ഇങ്ങനെ ഈ കോലദിനേശ സ്തവമൊക്കെ രചിച്ച് ഗുരു അവിടെ ഒരു ആശ്രമമുണ്ട്, ക്ഷേത്രത്തോട് ചേർന്ന് സർപ്പക്കാവായിരുന്നു. അപ്പോൾ ആ കാവില് അത് വെട്ടി തെളിക്കാനായിട്ട് ഗുരു ആദ്യം 1-2 കമ്പ് ഗുരു തന്നെ വെട്ടി. എന്നിട്ട് ബാക്കി എല്ലാവരോടും വെട്ടിക്കോളാൻ പറഞ്ഞു. ഗുരു പറഞ്ഞാൽ പിന്നെ ഇന്നത്തെ ആളുകളെ പോലെ ഗുരുവിനോടുള്ള ഭക്തി, എന്താ പറയുക, നിഷ്കളങ്കമായ ഭക്തിയായിരുന്നു അന്നുള്ള ആളുകൾക്ക്. ഇന്ന് നമ്മൾ ചതയോ അല്ലെങ്കിൽ വിശേഷ ദിവസങ്ങളിൽ വന്ന് ഗുരുവിന് വണങ്ങി പോകുമെന്നല്ലാതെ ഭഗവാനെ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചുകൊണ്ട് നടക്കുന്നവരിൽ എത്രയെത്ര കുറവാണ് അല്ലേ? പക്ഷെ അന്ന് അങ്ങനെയല്ല. ഗുരുവാണികളിൽ മറുവാണിയില്ല. ഭഗവാൻ എന്തു പറഞ്ഞോ അത് ആ പരദൈവത്തിൻ്റെ വാക്ക് തന്നെയാണ്. വെട്ടി സർപ്പക്കാവൊക്കെ വെട്ടി അവിടെ ഒരു ആശ്രമം ഉണ്ടാക്കി. അവിടെ ആശ്രമം ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ശിവലിംഗദാസ സ്വാമികളെ, ഗുരുവിൻ്റെ ആദ്യത്തെ സന്യസ്ത ശിഷ്യനാണ് ശിവലിംഗദാസ സ്വാമികളെ അവിടെ മേൽപ്പിച്ചിട്ട് സ്വാമി നേരെ ശിവഗിരിയിലേക്ക് പോയി. അപ്പോൾ ആ കാട് വെട്ടി സർപ്പക്കാവാണല്ലോ വെട്ടി തെളിച്ചത്. അവിടെ ഇന്നും മുറ്റത്തൊരു പാമ്പ് വന്ന് കിടക്കും. കൊല ഉണ്ടൊക്കെയാണ് ആശ്രമം ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ 2-3 ദിവസം ഒരു കൃത്യസമയമാകുമ്പോൾ ആ പാമ്പ് വന്ന് അവിടെ കിടക്കും. അപ്പോൾ പെട്ടെന്ന് ശിവലിംഗദാസ സ്വാമികൾക്ക് പൊതുവെ ഇത്തിരി ഭയമുണ്ട്. സ്വാമി വേഗം ശിവഗിരി ചെന്ന് പറഞ്ഞു, സ്വാമി ഇങ്ങനെ ഒരു പാമ്പ് 2-3 ദിവസമായിട്ട് വരണം, ഭയം വരണം സ്വാമി. അപ്പോൾ സ്വാമി പറയാണ്,
അത് അവിടെ കിടന്നിട്ട് പോകുന്നല്ലേ ഉള്ളൂ, ഉപദ്രവിക്കുന്നില്ലല്ലോ. അപ്പോൾ പറയാം എന്നാലും ഭയമുണ്ട് സ്വാമി. അപ്പോൾ സ്വാമി പറയാ, ആ കാട് ചൂണ്ടിക്കാണിച്ചിട്ട് പറയാ, അങ്ങോട്ട് പൊക്കോളൂ, ഇവിടെ മനുഷ്യർക്ക് താമസിക്കാനുള്ളതാണ്, നിനക്ക് അവിടെ താമസിക്കാമല്ലോ. അതുപോലെ തന്നെ ശ്രീരംഗദാസ സ്വാമികൾ പറയുകയാണ്, ആ പാമ്പ് അങ്ങോട്ട് ഇഴഞ്ഞു പോവുകയാണ്. ഇതൊക്കെ അവിടുത്തെ കോലത്തുകര ചരിത്രം വായിക്കുമ്പോൾ ആ ചരിത്ര പുസ്തകത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്ന ഏടുകളാണ് ഇതൊക്കെ. അപ്പോൾ പ്രതിഷ്ഠ കഴിഞ്ഞ് ഗുരു ഇരിക്കുമ്പോൾ ഇനിയുള്ള കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടെ കേൾക്കുക. എന്താണ് ഗദ്യപ്രാർത്ഥന രചിക്കുന്ന സന്ദർഭം? പ്രതിഷ്ഠാവേളയിൽ എത്താൻ പറ്റാത്ത ഒരു രാമൻ മുതലാളി, കുളത്തൂർ കോലത്തുകരയിലെ കൈത്തറി വസ്ത്ര വ്യാപാരിയായിരുന്ന, തുണി നെയ്ത്ത വ്യാപാരം ഉണ്ടായിരുന്ന ഒരു രാമൻ മുതലാളി ഗുരുവിൻ്റെ സന്നിധിയിലെത്തി. അന്ന് പ്രതിഷ്ഠാവേളയിൽ എത്താൻ പറ്റിയില്ല രാമൻ മുതലാളിക്ക്. അപ്പോൾ ഗുരുവിൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, വളരെ ഭക്തിയോടെ ആദരവോടുകൂടി ഗുരുവിനെ താണു വണങ്ങിയിട്ട് പറഞ്ഞു, ഗുരു, എനിക്ക് ക്ഷേത്രങ്ങളിലോ വിഗ്രഹങ്ങളിലോ വിശ്വാസമില്ല, ഒരു ദൈവത്തിലും എനിക്ക് വിശ്വാസമില്ല. പക്ഷെ ഗുരു, എനിക്ക് അങ്ങയിൽ വിശ്വാസമാണ്. അതുകൊണ്ട് ഞങ്ങളെ പോലെയുള്ളവർക്ക് പ്രാർത്ഥിക്കാൻ പറ്റിയ ഒരു പ്രാർത്ഥന രചിച്ചു തരണം. ഗുരു ഘനഗംഭീരമായ ഒരു മൗനം, ആരും മിണ്ടിയില്ല. ആ നിശബ്ദതയെ ഭഞ്ജിച്ചുകൊണ്ട് ഗുരു ചോദിച്ചു, എഴുതിയെടുക്കാമോ? കാരണം അക്കാലത്ത് എഴുത്തും വായനയും അറിയാവുന്നവർ വളരെ കുറവായിരുന്നു. രാമൻ മുതലാളി പറഞ്ഞു, എഴുതാ സ്വാമി, എങ്കിൽ എഴുതിക്കോളും. ഒറ്റ നിമിഷം കൊണ്ട് ആ രാമൻ മുതലാളി ചോദിച്ച സമയത്ത് അവിടെ ഇരുന്നു കൊണ്ട് ഭഗവാൻ പറഞ്ഞു കൊടുത്ത ഗദ്യപ്രാർത്ഥന എന്ന കൃതി, അനേകം ഉപനിഷത്തുക്കളുടെ സാരം കാച്ചി കുറുക്കിയ ഗദ്യോപനിഷത്ത്, ഉപനിഷത്ത് സാര സംഗ്രഹം 1893 ഈ കൃതി രചിക്കുന്നത്. ഗുരുവിൻ്റെ അനുഭൂതി പ്രധാനമായ ആത്മോപദേശ ശതകം വരെ രചിക്കുന്നത് 1897 93 കഴിഞ്ഞ് എത്ര വർഷം കഴിഞ്ഞാണ് ആത്മോപദേശ ശതകം രചിക്കുന്നത്? പറയാൻ വന്നത് ഗദ്യപ്രാർത്ഥനയുടെ വിശദീകരണമാണ് ആത്മോപദേശ ശതകം. മനസ്സിലായോ? ഗദ്യപ്രാർത്ഥനയുടെ അർത്ഥവിശദീകരണം നമുക്ക് കിട്ടണമെങ്കിൽ ആത്മോപദേശ ശതകത്തിലൂടെ കൂടി കടന്നു പോകേണ്ടതുണ്ട്. ദാർശനികമായ കൃതിയാണ് ഗദ്യപ്രാർത്ഥന. കാണുമ്പോൾ നമ്മൾ വായിച്ചു. ഇപ്പോൾ എന്നോടിവിടെ ശാഖ പ്രസിഡന്റ് പറഞ്ഞു, അത് വളരെ ലളിതമല്ലേ, എല്ലാവരും ചൊല്ലുന്നതാണ് എന്ന്. നമുക്ക് നോക്കാം ഇത് ലളിതമാണോ എന്ന്. പക്ഷെ പ്രത്യക്ഷത്തിൽ ലളിതമായിട്ട് തോന്നിയാലും അതീവ ഗഹനമായ വേദസാര തത്വത്തെ 14 വരികളിലായി ഗുരു ഒരുക്കി വെച്ചിരിക്കുന്നുണ്ട്. മനുഷ്യ ജീവിതത്തിലെ 2 കാര്യങ്ങൾ നമ്മൾ അറിയണം. ഞാൻ ആരാണ്? ഈ പ്രപഞ്ചം എവിടെ നിന്ന് വന്നു? ഈ 2 ചോദ്യത്തിന് ഉത്തരം കിട്ടിയാൽ നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം സഫലമായി. ഇതിനകത്ത് അതിനുള്ള ഉത്തരം ഇന്ന് നമുക്ക് കിട്ടും. ഞാൻ ആരാണ്? ഈ പ്രപഞ്ചം എന്താണ്? ഞാൻ എന്താണ് പ്രാർത്ഥിക്കേണ്ടത്? എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണ്? ലക്ഷ്യമറിയാതെ സഞ്ചരിക്കുന്ന, വഴിയറിയാതെ സഞ്ചരിക്കുന്ന യാത്രക്കാരാണ്. എന്തിനാ ജീവിക്കുന്നതെന്ന് ചോദിച്ചാൽ ഒരു പിടി ചാരമായി കുടത്തിൽ തരാനാണെന്നല്ലാതെ അതിനപ്പുറം എന്തുത്തരമാണ് നമുക്കുള്ളത്? അല്ലേ? അപ്പോൾ എന്താണ് മനുഷ്യ ജീവിതത്തിൻ്റെ ലക്ഷ്യമെന്ന് ഗദ്യപ്രാർത്ഥനയോടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ 14 വരികളോട് കൂടിയ ഗദ്യപ്രാർത്ഥനയിലേക്ക് നമുക്കൊന്ന് കടക്കാം. നിങ്ങൾക്ക് ഗദ്യപ്രാർത്ഥന പ്രാർത്ഥനയ്ക്ക് ഉപയോഗിക്കാറുള്ളതാണോ? ആണല്ലേ? അപ്പോൾ കൃതി ഇല്ലാതെ തന്നെ പറയാൻ പറ്റുമല്ലോ. 1ാമത്തെ സെൻറ്റൻസ് നോക്കാം. നമുക്ക് അർത്ഥം മനസ്സിലേക്ക് എടുക്കുക, കേൾക്കുക. നിങ്ങൾ കാണപ്പെടുന്നതൊക്കെയും സ്ഥൂലം, സൂക്ഷ്മം, കാരണം എന്നീ 3 രൂപങ്ങളോട് കൂടിയതും പരമാത്മാവിൽ നിന്നും ഉണ്ടായി അതിൽ തന്നെ ലയിക്കുന്നതുമാകുന്നു. എന്തെങ്കിലും ആശയം പിടികിട്ടിയ കാണപ്പെടുന്നതൊക്കെയും, കാണപ്പെടുക എന്ന് പറഞ്ഞാൽ കണ്ണുകൊണ്ട് കാണപ്പെടുന്നത് മാത്രമല്ല. നമുക്ക് എത്ര ഇന്ദ്രിയങ്ങളുണ്ട്? 5 ഇന്ദ്രിയങ്ങളുണ്ട്. ഏതൊക്കെയാ? കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക്, ചെവി. ഈ 5 ഇന്ദ്രിയങ്ങളിലൂടെയല്ലേ നമ്മൾ അറിവുകൾ എടുക്കുക, അല്ലേ? കണ്ടും കേട്ടും മണത്തും രുചിച്ചും സ്പർശിച്ചും അല്ലാതെ വേറെ ഏതെങ്കിലും രീതിയിൽ
നമുക്ക് അറിവെടുക്കാൻ പറ്റുമോ? ഒരു രീതിയിലും കൂടി പറ്റും. എങ്ങനെ? മനസ്സുകൊണ്ട് ചിന്തിച്ച്, അല്ലേ? അപ്പോൾ ശബ്ദ സ്പർശ രൂപ രസ ഗന്ധങ്ങളിലൂടെയും മനസ്സുകൊണ്ട് ചിന്തിച്ചുമൊക്കെയാണ് നമ്മൾ ഈ ലോകത്തുള്ള അറിവുകൾ എടുക്കുന്നത്. അതുകൊണ്ട് മനുഷ്യനെ പറയുന്നൊരു പേരുണ്ട്, അഞ്ചറിവ് ജീവി. 5 ഇന്ദ്രിയങ്ങളിലൂടെ അല്ലാതെ ചിന്തിച്ചുമല്ലാതെ മനുഷ്യന് ഒരു അറിവെടുക്കാൻ മറ്റു ഉപാധികളൊന്നുമില്ല. പക്ഷേ ഈ 5 ഇന്ദ്രിയങ്ങളിലൂടെ വരുന്നതും ഒരേ ഒരു ചൈതന്യം തന്നെയാണ്, ആത്മചൈതന്യം തന്നെയാണ്. ഇത്തിരി വേദാന്തമാണ്, ശ്രദ്ധിച്ചിരിക്കുക. ഒരു സെന്റൻസിന്റെ പൊരുൾ കിട്ടിയാലും നമുക്ക് ഇന്നത്തെ ദിവസം ധന്യമായി. നിങ്ങൾക്ക് മനസ്സിലാകാവുന്നത് മാത്രം നിങ്ങൾ എടുത്താൽ മതി, അല്ലാത്തത് നിങ്ങളെ ഗുരുവിന്റെ പാദങ്ങളിൽ സമർപ്പിക്കുക. ആദ്യം ഒരു പ്രാർത്ഥന നടത്തുക. ഭഗവാനെ, ഇത് വിഗ്രഹങ്ങൾക്കപ്പുറം ഈശ്വരനെ അറിയാവുന്ന ഒരാളുടെ അപേക്ഷ അനുസരിച്ചാണ് ഗുരു കൊടുത്തത്. നമ്മളൊക്കെ ഇപ്പോഴും വിഗ്രഹത്തിന്റെ മുന്നിൽ പോയി പ്രാർത്ഥിക്കുന്ന മനുഷ്യരാണ്. പക്ഷെ വിഗ്രഹത്തിന്റെ തലത്തിനപ്പുറം കടന്ന രാമൻ മുതലാളിയും ഗുരു എഴുതി കൊടുക്കുന്ന പ്രാർത്ഥനയാണ് ഒരു ഈ വിഗ്രഹങ്ങളിലൂടെ നമ്മൾ എത്തിച്ചേരേണ്ടതും ഈ പ്രാർത്ഥനയിൽ തന്നെയാണ്. അപ്പോൾ ഇത് നമുക്ക് ഒത്തിരി ദാർശനികമായ അറിവുകൾ പ്രദാനം ചെയ്യുമെന്ന് മാത്രമല്ല, ഗുരുവിൻ്റെ മറ്റ് കൃതികൾ പഠിക്കാനും അതിലേക്ക് ഇറങ്ങാനും എളുപ്പം സാധിക്കും. ഇനിയിപ്പോൾ നാളെ നിങ്ങൾക്ക് വിചാരം ചെയ്യാൻ പോകുന്ന ഹോമമന്ത്രം എളുപ്പം മനസ്സിലാകും. ഇപ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ, ആദ്യത്തെ സെന്റൻസ് തന്നെ കാണപ്പെടുന്നതൊക്കെയും ഇത് നാളെ ഹോമമന്ത്രം പഠിക്കുമ്പോൾ ഈസിയാവും. എങ്ങനെയാണ് നമ്മൾ അറിവുകൾ എടുക്കുന്നത്? കണ്ടും കേട്ടും മണത്തും രുചിച്ചും സ്പർശിച്ചും. ഈ അറിവുകളായി വരുന്നത്, കണ്ണിലൂടെ കാഴ്ചയായി വരുന്നത് ആത്മചൈതന്യമാണ്. ചെവിയിലൂടെ ശബ്ദമായി വരുന്നത് ആത്മചൈതന്യമാണ്. മൂക്കിലൂടെ ഗന്ധമായി വരുന്നതും ചൈതന്യം തന്നെയാണ്. ഒരേ ചൈതന്യം തന്നെയാണ് 5 ഇന്ദ്രിയങ്ങളിലൂടെയും വരുന്നത്, മനസ്സിലൂടെയും വരുന്നത്. അപ്പോൾ കാണപ്പെടുന്നതൊക്കെയും എന്ന വാക്കുകൊണ്ട് എന്തൊക്കെ അർത്ഥം കൊടുക്കാം നമുക്ക്? 5 ഇന്ദ്രിയങ്ങളിലൂടെ അറിയുന്നതും മനസ്സുകൊണ്ട് ചിന്തിച്ചെടുക്കുന്നതുമായ സകലതും. കാരണം ഇത് മനസ്സിൽ പിടിവിട്ട് പോയാൽ കിട്ടില്ല. മനസ്സിവിടെ ഗുരുവിൻ്റെ മുമ്പിലാണ് നിങ്ങൾ ഇരിക്കുന്നത്. ആ ഗുരുവിലേക്ക് മനസ്സ് സമർപ്പിക്കുക. നമ്മളെല്ലാവരും നമ്മളെ കൊണ്ട് പറയിപ്പിക്കുന്നതും നമ്മളെ കൊണ്ട് കേൾപ്പിക്കുന്നതും ആ മഹാഗുരു അല്ലാതെ മറ്റാരും അല്ല, അല്ലേ? നിങ്ങളുടെ സന്ദർഭം ഒരുക്കി തന്നതും ആ ഗുരു തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് സമയത്തേക്ക് മനസ്സിലുള്ള മറ്റു ചിന്തകളെല്ലാം ഇറക്കി വെച്ച് ആ ഗുരുസന്നിധിയിലേക്ക് മനസ്സ് കൊണ്ടുവന്ന് ശ്രദ്ധയോടെ കേൾക്കുക. ഇത് നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യത്തെക്കുറിച്ച് പറയുന്നതാണ്, പുറത്തൊരു കാര്യം പറയുന്നതല്ല, നമ്മളെ കുറിച്ചാണ് പറയുന്നത്. നമ്മൾ അറിയേണ്ട കാര്യമാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് ശ്രദ്ധ പോകാതെ കേൾക്കുക. അപ്പോൾ കാണപ്പെടുന്നതൊക്കെയും 3 രൂപങ്ങളുണ്ട്. ഏതൊക്കെയാ? സ്ഥൂലം, സൂക്ഷ്മം, കാരണം. സ്ഥൂലം എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഇവിടെ ഇരുന്ന് കാണുന്നത് നിങ്ങളുടെ പുറമേയുള്ള ശരീരമാണ്, അല്ലേ? കണ്ണുകൊണ്ട് കാണുന്ന അല്ലെങ്കിൽ ഇന്ദ്രിയങ്ങൾ കൊണ്ട് അറിയുന്ന കാണപ്പെടുന്ന ദൃശ്യമായ ശരീരത്തെയാണ് സ്ഥൂല ശരീരം എന്ന് പറയുക. മനസ്സിലായോ? ഞാൻ ഈ മൈക്കിനെ കാണുന്നു, കസേരയെ കാണുന്നു, നിങ്ങളെയൊക്കെ കാണുന്നു. അത് പുറമേ ബാഹ്യമായ ദൃശ്യമല്ലേ? അതിനെയാണ് എന്ത് പറയുക? സ്ഥൂലം. ഓരോ വസ്തുക്കൾക്കും നമ്മൾ കാണുന്ന എല്ലാത്തിനും 3 രൂപമുണ്ട്. ആദ്യത്തേത് സ്ഥൂലമാണ്. അതായത് പഞ്ചഭൂതാത്മകമായ ഈ പ്രപഞ്ചത്തെ 5 ഇന്ദ്രിയങ്ങൾ കൊണ്ട് അറിയുന്നതിന് ഏത് ശരീരമാണോ കാരണമാകുന്നത് അതിനെ സ്ഥൂല ശരീരം എന്ന് പറയുന്നു. പുറമേയുള്ളത്, കണ്ണുകൊണ്ട് കാണാവുന്ന തടിച്ചത് പറഞ്ഞാൽ നിങ്ങൾക്ക് വണ്ണമുണ്ടെന്നുള്ള അല്ല അർത്ഥം. നമുക്ക് കണ്ണുകൊണ്ട് കാണാവുന്നത് ദൃശ്യമായതിനെയാണ് എന്ത് പറയുക? സ്ഥൂലം. അത് മനസ്സിലായോ? കാണപ്പെടുന്നത് മനസ്സിലായോ? 5 ഇന്ദ്രിയങ്ങൾ കൊണ്ട് അറിയുന്നതും മനസ്സുകൊണ്ട് ചിന്തിക്കുന്നതും. അതിന് 3 രൂപങ്ങളുണ്ട്. ഒന്ന് സ്ഥൂലം എന്ന് പറഞ്ഞാൽ എന്താ? പുറമേ കാണുന്ന തടിച്ച ആ രൂപം. അടുത്തത് സൂക്ഷ്മം. സ്ഥൂലോ മാംസമയോ ദേഹ. അത് നമ്മളിപ്പോൾ മനുഷ്യന് മാത്രമല്ലേ ചിന്തിച്ചിട്ടുള്ളൂ, അല്ലേ? മനുഷ്യന് മാത്രമാണോ ഈ ലോകത്ത് കാണുന്നത്? വൃക്ഷ ശരീരമുണ്ട്, പക്ഷി ശരീരമുണ്ട്, പാമ്പിൻ്റെ ശരീരമുണ്ട്, എന്തെല്ലാം ഉണ്ട് ഇവിടെയുണ്ടോ? അതിൻ്റെ എല്ലാം ആ നമ്മൾ കണ്ടുകൊണ്ട് കാണാവുന്ന ദൃശ്യമായ ആ ഭാഗത്തെയാണ് സ്ഥൂലം എന്ന് പറയുക. മനുഷ്യന് മാത്രം എടുക്കരുത് കേട്ടോ. കാണപ്പെടുന്നതൊക്കെയും ഗുരു പറഞ്ഞത് മനുഷ്യന് മാത്രമല്ലല്ലോ.
എല്ലാത്തിൻ്റെയും ആ കണ്ണുകൊണ്ട് കാണാവുന്ന അല്ലെങ്കിൽ ഇന്ദ്രിയങ്ങൾ കൊണ്ട് അറിയാവുന്ന ഭാഗത്തെയാണ് സ്ഥൂലം എന്ന് പറയുക. ഇനി സൂക്ഷ്മഹാസ്യാത് വാസനാമയ, അത് നമുക്ക് കാണാൻ പറ്റില്ല. അദൃശ്യമായ ശരീരമാണ് സൂക്ഷ്മ ശരീരം. നമുക്കെല്ലാവർക്കും സൂക്ഷ്മ ശരീരമുണ്ട്. ഇത് ഏതാണെന്നറിയോ? എന്തൊക്കെ ചേർന്നതാ സൂക്ഷ്മ ശരീരം? ഈ കണ്ണൊക്കെ പുറത്ത് വെച്ചിട്ട് ഇത് വെറുതെ ചുമ്മാ. ഇതിൻ്റെ ഇന്ദ്രിയം ഇരിക്കുന്നതൊക്കെ എവിടെയാ? സൂക്ഷ്മമാണ്. ഈ ചെവിയൊക്കെ വെറുതെയാ, ഇതിൻ്റെ ഇന്ദ്രിയം സൂക്ഷ്മമാണ്. 5 ജ്ഞാനേന്ദ്രിയങ്ങളും 5 കർമ്മേന്ദ്രിയങ്ങളും 5 പ്രാണനും മനസ്സും ബുദ്ധിയും ചേർന്നതാണ് സൂക്ഷ്മ ശരീരം. സൂക്ഷ്മ ശരീരത്തെയാണ് ജീവാത്മാവെന്ന് പറയുന്നത്. ശ്രദ്ധിക്കണം കേട്ടോ. നമ്മുടെ സൂക്ഷ്മ ശരീരമാണ് നാം എന്ന ജീവൻ. അതായത് നമ്മുടെ അന്തഃകരണത്തിലേക്ക് ഈശ്വരൻ്റെ ചൈതന്യം പ്രതിബിംബിച്ചതാണ് നാം എന്ന മനുഷ്യജീവൻ. അപ്പോൾ സൂക്ഷ്മ ശരീരം എന്ന് പറഞ്ഞാൽ വാസനാമയമായ ശരീരമാണ്, കണ്ണുകൊണ്ട് കാണാനാവാത്തതാണ്. അതിനെ നമുക്കൊരു ഉദാഹരണം പറഞ്ഞു തരാൻ പറ്റിയത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ സ്വപ്നം കാണില്ലേ? ഉറക്കത്തിന് തൊട്ട് മുമ്പ് സ്വപ്നം കാണില്ലേ? സ്വപ്നം കാണാൻ നേരത്തെ നമ്മളൊരു നല്ല സദ്യ കഴിക്കുന്ന സ്വപ്നം കണ്ടു. സദ്യവട്ടങ്ങൾക്കെല്ലാം എന്തെങ്കിലുമൊക്കെ കൊണ്ടാണോ ഉറങ്ങാൻ പോയത്? ആണോ? കുറേ ആളുകളെ കാണുന്നുണ്ട്. ഇവരെയൊക്കെ നമ്മൾ ഇൻവിറ്റേഷൻ കൊടുത്ത് ക്ഷണിച്ചു വരുത്തിയിട്ടാണോ സ്വപ്നം കാണാൻ പോയത്? അല്ലല്ലോ. നമ്മുടെ വാസന പ്രേരിതമായി മനസ്സിൽ സംസ്കരിച്ച് വെച്ചിരിക്കുന്ന ആ വിഷയങ്ങൾ നമ്മൾ തന്നെ സൃഷ്ടിച്ച് അത് അനുഭവിച്ച് സ്വപ്നത്തിന് ശേഷം അതിലേക്ക് തന്നെ ലയിപ്പിച്ചിട്ട് നമ്മളൊന്നും അറിയാത്ത രീതിയിൽ ഇറങ്ങി വന്നിട്ട് ഉണർന്നു വന്നിട്ട് പറയും, ഓ സ്വപ്നമായിരുന്നു. ഈ സ്വപ്നം കണ്ട ശരീരമാണ് സൂക്ഷ്മ ശരീരം. സ്ഥൂല ശരീരം പ്രവർത്തിച്ചോ? നമ്മൾ സദ്യ കൊണ്ടപ്പോൾ പോയി കൈ കൊണ്ടെടുത്ത് കഴിച്ചൊന്നുമില്ലല്ലോ. സ്വപ്നം കണ്ടല്ലേ ഉള്ളൂ അവിടെ. അപ്പോൾ അന്നേരം സ്ഥൂല ശരീരം ഇല്ലല്ലോ, സൂക്ഷ്മ ശരീരം മാത്രമല്ലേ പ്രവർത്തിച്ചത്. അതിനെയാണ് സൂക്ഷ്മ ശരീരം എന്ന് പറയുന്നത്. അപ്പോൾ കാണുന്നതിനൊക്കെ സ്ഥൂലമുണ്ട്, സൂക്ഷ്മമുണ്ട്. സൂക്ഷ്മ ശരീരമാണ് നമ്മുടെ ജീവാത്മാവ് കേട്ടോ. ഈ സൂക്ഷ്മ ശരീരം നമ്മൾ മരിക്കുമ്പോൾ അങ്ങനെ രക്ഷപ്പെടാൻ നമ്മൾ വിചാരിക്കാറുണ്ടല്ലോ, എനിക്ക് ഈ ഭൂമിയിൽ നിന്ന് പോയാൽ മതിയായിരുന്നു. എന്തു മാത്രമേ പോവുള്ളൂ? ഈ തടിച്ച ശരീരം മാത്രം കത്തിച്ച് കളയും. സൂക്ഷ്മ ശരീരം പോവോ? പോകത്തില്ല. അതിനെയാണ് വിളിച്ചിരുത്തി കേൾപ്പിക്കുന്നത്. സൂക്ഷ്മ ശരീരത്തെയാണ് ഈ ഗദ്യപ്രാർത്ഥന ഇരുത്തി ഭഗവാൻ നമ്മളെ കേൾപ്പിക്കുന്നത്. എന്തിനാണെന്നറിയോ? ഇനി വരുമ്പോൾ ആസുര ലോകത്തേക്ക് പോകരുത്. നല്ല ലോകം, ഇനിയൊരു ജന്മം ഉണ്ടെങ്കിൽ തന്നെ ശ്രേഷ്ഠ ജന്മമായ മനുഷ്യജന്മം തന്നെ കിട്ടണം. അവിടെ ശാന്തമായൊരു ജീവിതം വേണം. അവിടെ ഭഗവാനെ പറ്റുമെങ്കിൽ അവിടുത്തെ തന്നെ ഗുരുവായ ആരാധന ചെയ്യാൻ സാധിക്കണം. അല്ലേ? ആസുര ലോകത്തേക്ക് പോകാതിരിക്കാൻ ഈ ശരീരം മടങ്ങുന്നതിന് മുമ്പ്, ആരോഗ്യം ക്ഷയിക്കുന്നതിന് മുമ്പ്, മനസ്സിൻ്റെ ആരോഗ്യം ക്ഷയിക്കുന്നതിന് മുമ്പ് അറിയേണ്ടതൊക്കെ ഇതിനെ അറിയിപ്പിക്കും, പഠിപ്പിക്കും. അതായത് നമ്മൾ മരിക്കുമ്പോൾ തടിച്ച ശരീരം കത്തിച്ചു കളഞ്ഞാൽ സൂക്ഷ്മ ശരീരത്തെ മറ്റൊരു ശരീരത്തിലേക്ക് എത്തിക്കുന്നത് വരെയുള്ള ഡ്യൂട്ടി നമ്മുടെ 5 പ്രാണനുകളിൽ ഒന്നായ ഉദാന പ്രാണനാണ് നമ്മുടെ സൂക്ഷ്മ ശരീരത്തെ പുറത്തേക്ക് കൊണ്ടുപോകുന്നത്. അതാണ് കർമാനുസാരമായി മറ്റൊരു ശരീരത്തിലേക്ക് എത്തപ്പെടുന്നത്. അപ്പോൾ ആത്മഹത്യ ചെയ്താൽ ആത്മാവിന് ജനനവും മരണമൊക്കെ ഉണ്ടോ? കൊല്ലാൻ പറ്റുമോ ആത്മാവിനെ? ഇല്ല. ശരീരത്തെ മാത്രമല്ലേ കൊല്ലണുള്ളൂ, അല്ലേ? സൂക്ഷ്മ ശരീരം നശിക്കുന്നില്ല. അപ്പോൾ ഈ കേൾപ്പിക്കുന്ന മുഴുവൻ അതിനെയാണ്. സ്ഥൂല ശരീരം, സൂക്ഷ്മ ശരീരം. ഇനി ഒന്നുണ്ട്, കാരണം എന്ന് പറഞ്ഞാൽ, അതായത് ഈ പ്രപഞ്ചമുണ്ടാകാൻ കാരണം ജഗദീശ്വര സത്തയിൽ നിന്നാണ് പ്രപഞ്ചമുണ്ടായത്. ഒരു വൃക്ഷമുണ്ടായത് ഒരു വിത്തിൽ നിന്നാണ്. വൃക്ഷം കാര്യവും വിത്ത് കാരണവുമാണ്. അതുപോലെ നമ്മൾ ഉണ്ടാകാൻ ഒരു കാരണമുണ്ട്. അതിനെ നമുക്ക് പറയുന്ന പേരാണ് അജ്ഞാനം, ഇരുട്ട് എന്ന് പറയും. അത് പറഞ്ഞാൽ അധികം നിങ്ങൾക്ക് കത്തില്ലാത്തത് കൊണ്ട് ഞാൻ എളുപ്പത്തിൽ പറഞ്ഞാൽ മനസ്സിലാകുന്നൊരു ഉദാഹരണം പറയാം. ജാഗ്രതയിൽ ഇപ്പോൾ നിങ്ങൾ പകൽ മുഴുവൻ പ്രവർത്തിച്ച് ജോലി ചെയ്ത് ക്ഷീണിച്ച് ഇപ്പോഴും വന്നിരുന്നത് കേൾക്കുക. ഇനി കുറച്ച് സമയം കഴിയുമ്പോൾ 9 മണിയെല്ലാം കഴിഞ്ഞ് നമ്മൾ ആഹാരമൊക്കെ കഴിച്ച് നേരെ ഉറങ്ങാൻ കിടക്കും. അപ്പോൾ സ്വപ്നം കാണും. ഇനി സ്വപ്നമില്ലെങ്കിൽ നേരെ ഗാഢനിദ്രയിലേക്ക് പോകുമ്പോൾ ശരീരം പ്രവർത്തിക്കുന്നില്ല, ഇന്ദ്രിയങ്ങൾ പ്രവർത്തിക്കുന്നില്ല, മനസ്സ് പ്രവർത്തിക്കുന്നില്ല.
പ്രാണൻ മാത്രം ശരീരത്തിൽ ഇങ്ങനെ ഓടും. അപ്പോൾ നാം സുഖമായി ഉറങ്ങുന്നൊരവസ്ഥയുണ്ട്. ആ ഓരോ ഉറക്കവും ഓരോ ലയമാണ്. നമ്മൾ ഈശ്വരനിൽ ലയിക്കുകയാണ്. ഉറക്കമില്ല ഭ്രാന്ത് പിടിക്കും നമ്മൾ പറയാറില്ലേ? അത്രയും ക്ലേശകരമാണ് ഈ ഭൗതിക ജീവിതം. അത് ഒരു അനുഗ്രഹമാണ് ജഗദീശ്വരൻ തന്നിട്ടുള്ള ഉറക്കം. ഒരു മരണം കഴിഞ്ഞ വീടാണെങ്കിൽ പോലും നമ്മളൊന്ന് ഉറക്കം കിട്ടിയാൽ നമ്മൾ രക്ഷപ്പെട്ടു അല്ലേ? ഒന്നും അറിയാതെ നമ്മളൊരു ഉറക്കമുണ്ട്. ആ ഉറക്കം നമുക്ക് ബോറടിക്കാറുണ്ടോ? എപ്പോഴെങ്കിലും എനിക്ക് ഉറക്കം ബോറാണെന്ന് പറയാറുണ്ടോ? ഇല്ലല്ലേ? നമ്മൾ ഉറങ്ങാൻ കൊതിക്കും. ആ കിടക്കയിലേക്കൊന്ന് വീണ് ഒന്ന് ഉറങ്ങാൻ കൊതിക്കും. കാരണം എന്താണെന്നറിയോ? മനസ്സവിടെ അടങ്ങും. ഈ മനസ്സാണ് നമ്മളെ ഈ പ്രപഞ്ചം ഉണ്ടാക്കി കാണിക്കുന്നത്. പ്രപഞ്ചമാകുന്ന മനസ്സടങ്ങിയാൽ സുഖമായി നമ്മൾ ഉറങ്ങും അല്ലേ? എന്നിട്ട് ഈ ഉറങ്ങുന്ന സമയത്ത് സുഖം അനുഭവിക്കുന്നുണ്ട്. എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റിട്ട് പറയും, ഞാൻ സുഖമായി ഉറങ്ങി, ഒന്നും അറിഞ്ഞില്ല. സുഖം എന്ന് പറഞ്ഞത് ആത്മാവും, ഒന്നും അറിഞ്ഞില്ല എന്ന് പറഞ്ഞത് അജ്ഞാനം, ഇരുട്ട്. എനിക്കറിയില്ല നിങ്ങൾക്ക് ഭഗവാനെ, എനിക്കും നിങ്ങൾക്കുമൊക്കെ ഇത് വെളിവാകണേ എന്ന് ഗുരുവിനോട് പ്രാർത്ഥിക്കുകയാണ്. കാരണം ഇത് കുറച്ച് ദാർശനിക തലത്തിലുള്ള കൃതി കൂടിയാണ്. അതായത് സ്വന്തം സ്വരൂപത്തിൽ ലയിച്ചിട്ടും ആ സ്വരൂപത്തിൽ ഞാൻ എത്തി എന്ന് അറിയാൻ പറ്റാത്ത തരത്തിൽ നമ്മുടെ സ്വരൂപത്തെ മൂടിക്കൊണ്ട് ഒരു അജ്ഞാനമുണ്ട്, ഇരുട്ടുണ്ട്, ആവരണമുണ്ട്. അതുകൊണ്ട് ജഗദീശ്വരനിൽ ലയിച്ചിട്ട് ഞാൻ അറിഞ്ഞില്ല. അതുകൊണ്ട് തന്നെയാണ് രാമൻ ഉറങ്ങിയപ്പോൾ രാമൻ തന്നെയായിട്ട് എഴുന്നേറ്റ് വന്ന് പിറ്റേ ദിവസത്തെ ജോലികളിൽ വ്യാപൃതരായത്. സുഖമായി ഉറങ്ങിയിട്ടും ഈശ്വരനിലാണ് ലയിച്ചതെന്ന് അറിയാൻ പറ്റാത്ത തരത്തിൽ നമ്മളിലുള്ള അജ്ഞാനത്തെയാണ് കാരണ ശരീരം എന്ന് പറയുക. ഒരു പറഞ്ഞു തന്നില്ലേ, ജന്നി നവർന്ന മഞ്ചരി കാലാദിയായ മൃദു നൂലാലെ നെയ്യുമൊരു ലീലാപടം ഭവതിമൈ മേലാകെ മൂടുമതിനാലാരും ഉള്ളതറിവീല ആകമാന്ത നിലയേ. നമ്മൾ അജ്ഞാനികളാണ്. ഇനി നമ്മളെ മറച്ചു വെച്ച ആ മറ എന്താണെന്ന് അറിയണ്ടേ? വാസന എന്ന് പറയും. സാമ്പാറിൻ്റെ വാസനയല്ല കേട്ടോ. ജന്മാന്തരങ്ങളായി മുൻപിൻ വിചാരമില്ലാതെ സത്യമറിയാതെ ജീവിച്ച് ചെയ്തു കൂട്ടിയ കർമ്മസഞ്ചയങ്ങൾ വാസനയായി കൊണ്ടുവന്നവരാണ് നമ്മളെല്ലാവരും. പല ജന്മങ്ങളുടെ വിത്തുമായിട്ടിരിക്കുന്നവരാണ് നമ്മളൊക്കെ. ഈ വിത്താണ് ഇരുട്ടായിട്ട് നമ്മുടെ സ്വരൂപത്തെ മറിച്ചുകൊണ്ട് ആവരണമായിട്ട് നിന്നത്. അജ്ഞാനമാണ്. മനസ്സിലാകുന്നുണ്ടോ? അതുകൊണ്ടാണ് നമുക്ക് സത്യത്തെ അറിയാൻ പറ്റാതിരുന്നത്. കാര്യം പിടികിട്ടുന്നുണ്ടോ? പിടികിട്ടാത്തവരെ ഞാൻ അടുത്ത സെൻസുകളിലേക്ക് വരുമ്പോൾ കിട്ടുന്നു തോന്നണം. കാരണം നമ്മൾ വന്നിരിക്കുന്നത് വാസനാമയമായ ഒരു സംസ്കാരവും കൂടി കൊണ്ടാണ്. അതുകൊണ്ട് പ്രാരബ്ധമായി നമ്മളത് അനുഭവിച്ചു പോകുന്നതും ആ വാസനയാണ്. ആ വാസനയാണ് ഉറക്കത്തിൽ ഇരുട്ടായിട്ട് ആവരണമായി മൂടിയിരിക്കുന്നത്. അങ്ങനെ മൂന്ന് ശരീരങ്ങളോട് കൂടിയതാണ് കാണപ്പെടുന്നത്. എല്ലാത്തിനുമുണ്ട്. വൃക്ഷത്തിനുമുണ്ട്, പക്ഷിക്കുണ്ട്, പാമ്പിനുണ്ട്, പറവയ്ക്കൊക്കെ ഉണ്ട് ഈ 3 ശരീരം. ഏതൊക്കെയാ? സ്ഥൂലം, സൂക്ഷ്മം, കാരണം. സ്ഥൂലം എന്താ? പുറമേ കാണുന്ന തടിച്ച ശരീരം. ഇനി ഗദ്യപ്രാർത്ഥന ചൊല്ലുമ്പോൾ ഉണ്ടല്ലോ, ഇതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക കേട്ടോ. 100 ഇരട്ടി ഫലമാണ്. അടുത്തത് സൂക്ഷ്മം. എൻ്റെ മനസ്സായതും ഭഗവാനെ നീ തന്നെയല്ലേ സൂക്ഷ്മം. പിന്നെ കാരണം, ജന്മാന്തരങ്ങളായി ഞാൻ കൊണ്ടുവന്നിരിക്കുന്ന കർമ്മസഞ്ചയമാണല്ലോ എൻ്റെ ജന്മം അല്ലേ? അപ്പോൾ സ്ഥൂലം, സൂക്ഷ്മം, കാരണം എന്നീ 3 രൂപങ്ങളോട് കൂടിയതും പരമാത്മാവിൽ നിന്നും ഉണ്ടായി അതിൽ തന്നെ ലയിക്കുന്നതുമാകുന്നു. എല്ലാം ഉണ്ടായത് എന്തിൽ നിന്നാ? പരമാത്മാവിൽ നിന്നാ ഉണ്ടായത്. അപ്പോൾ നാമോ ആരാ? നമ്മളാരാ? രാമനും കൃഷ്ണനും ഗോവിന്ദനും ഗോപാലനൊക്കെയാണോ? അതൊക്കെ നമുക്കിവിടെ വന്നപ്പോൾ ആരൊക്കെ ഇട്ട് തന്ന പേരാ. ഈ ശരീരമാണെങ്കിൽ നമ്മൾ ഇവിടെ നിന്നെടുത്ത് അന്നം കഴിച്ച് തടിച്ചു കൊടുത്തതാ. ഇതൊന്നുമല്ല നമ്മുടെ സ്വരൂപം അല്ലേ? ഇതൊന്നുമല്ല. ഇതിങ്ങനെ നശ്വരമായിട്ട് ചലിച്ച് പരിണമിച്ചു കൊണ്ടിരിക്കുന്ന ഈ ശരീരം ഒന്നും അല്ല നാം. അതൊക്കെ ഗുരു നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതായത് പരമാത്മാവിൽ നിന്ന് ഉണ്ടായതെല്ലാം പരമാത്മാവ് തന്നെയല്ലേ? പാലിൽ നിന്ന് വിവിധ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കിയാൽ, എന്തൊക്കെ തരത്തിലുണ്ടാക്കിയാൽ, മോരാകുമ്പോൾ വേറെ രൂപമാണ്,
വെണ്ണയാകുമ്പോൾ വേറെ രൂപമാണ്, തൈരാകുമ്പോൾ വേറെ രൂപമാണ്. പക്ഷെ അതിൽ അടങ്ങിയിരിക്കുന്ന വസ്തു എന്ത് തന്നെയാ? പാല് തന്നെയല്ലേ പല രൂപത്തിൽ മാറിയിരിക്കുന്നത്. മനസ്സിലാകുന്നുണ്ടോ? അതുപോലെ പരമാത്മാവിൽ നിന്ന് ഉണ്ടായി അതിൽ തന്നെ ലയിക്കുന്നതുമാകുന്നു. നമ്മൾ ചെന്ന് ലയിക്കാൻ പോകുന്ന എന്തിലേക്ക് തന്നെയാ? അപ്പൊ ഉണ്ടാകുന്നതിനും ലയിക്കുന്നതിനും ഇടയിലുള്ള അല്പമാത്ര കാലമായ ഈ ജീവിതം, ഈ വ്യക്തത, അതിന് ഒരു സുവ്യക്തത ഗുരു നമുക്ക് തരികയാണ്. കുറച്ചു കാലേ ഉണ്ടാവുള്ളൂ. അതായത് ഒരു കടലിൽ ഗുരുവിൻ്റെ കൃതികൾ അത്രയും കടലിനെയും തിരകളെയൊക്കെ ഉദാഹരണമാക്കി ഗുരു നമുക്ക് തരും. കടലിൽ നിന്ന് ഒരു തിര ഉയർന്നിട്ട് ഒരല്പസമയം നിന്നിട്ട് അത് കടലിലേക്ക് തന്നെ മറയും. അപ്പോൾ തിരയായത് വെള്ളം തന്നെയല്ലേ? അല്ലേ? ആ കടലിൽ തന്നെയല്ലേ തിരയായത്? അല്ലേ? ആ തിര തന്നെയല്ലേ മറഞ്ഞത്? അപ്പോൾ ആ തിരയായപ്പോഴും മറഞ്ഞപ്പോഴും അതിനകത്ത് എന്തു മാത്രമേ ഉള്ളത്? പറയും, വെള്ളം മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഓരോരുത്തരും ഏതിൽ നിന്നും ഉണ്ടായത്? പരമാത്മാവിൽ നിന്നും ഉണ്ടായി അതിൽ തന്നെ ലയിക്കുന്നു. കടലിലെഴും തിര പോലെ കായമോരോന്ന് ഉടനുടനേറി ഉയർന്നമർന്നിടുന്നു. വെറുതെ പോയി കടലിൽ നോക്കിയിരുന്നാൽ ആ കടലിൽ എത്രയോ തിരകൾ അനുനിമിഷം ഉണ്ടായി മറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതുപോലെ ആ പരമാത്മ സമുദ്രത്തിൽ ഉണ്ടായി നിലനിന്ന് മറയുന്ന തിരകളാണ് നമ്മൾ ഓരോരുത്തരും. ആർക്ക് പറയാൻ സാധിക്കും നമ്മൾ ഇത്ര കാലം ഇവിടെ ജീവിച്ചിരിക്കുമെന്ന്? നമ്മളുടെ അഹങ്കാരം കൊണ്ട് നമ്മൾ പറയും ഞാനാണ് ഇതിൻ്റെയൊക്കെ അധികാരി എന്നൊക്കെ, അല്ലേ? ചുമ്മാ പുറത്തേക്ക് വിടുന്ന ശ്വാസം അകത്തേക്ക് എടുക്കുവാൻ പറ്റുമോ എന്ന് പോലും ഒരു നിശ്ചയമില്ലാത്ത മനുഷ്യജീവികളാണ് നമ്മളല്ലേ? നാം എന്തിനെക്കുറിച്ച് അഹങ്കരിക്കാനാണ്? ഒന്നുമില്ല. അപ്പോൾ ആ പരമാത്മാവിൽ നിന്ന് ഉണ്ടായി അതിൽ തന്നെ ലയിക്കുന്നതുമാകുന്നു. എന്നൊരു കാര്യം ചോദിച്ചോട്ടെ, ജാഗ്രത അവസ്ഥയിൽ ആത്മാവ് ഉണ്ടായിരുന്നോ? ജാഗ്രത എന്ന് പറഞ്ഞാൽ നമ്മൾ ഉണർന്നിരുന്ന അവസ്ഥയിൽ ജോലി ചെയ്തിട്ടൊക്കെ അല്ലേ ഇപ്പോൾ വന്നേ? ഇപ്പോൾ ആത്മാവ് ഉള്ളിലുണ്ടോ? സ്വപ്നം കണ്ടപ്പോൾ ഉണ്ടായിരുന്നോ? പറയും, ഉണ്ടായിരുന്നു. നല്ല സുഷുപ്തി എന്ന് പറഞ്ഞാൽ ഉറക്കത്തിനുണ്ടായിരുന്നോ? ഈ മൂന്ന് അവസ്ഥയിൽ നമ്മളെ വിട്ടുപോയില്ല. ആര്? ആത്മാവ് വിട്ടുപോകാതെ നിന്നില്ലേ? ഇല്ലേ? അതായത് കൊളുത്താനും കെടുത്താനും പറ്റാത്ത ആ വിലമതിയാത്ത വിളക്ക് ഉള്ളിലിരുന്ന് എരിയുന്നുണ്ട്. അത് എരിയുന്നത് കൊണ്ടാണ് നമുക്കിവിടെ ജീവിക്കാനും സുഖദുഃഖങ്ങൾ അനുഭവിക്കാനും ഒക്കെ സാധിക്കുന്നത്. ആ വിളക്കിനെ അറിയാനാണ് നമ്മുടെയൊക്കെ ജീവിതം. നിർഭാഗ്യം കൊണ്ട് സ്വരൂപത്തെ മറന്നിട്ട് വേറെ എന്തൊക്കെയോ ജീവിത ലക്ഷ്യമെന്ന് പറഞ്ഞ് സഞ്ചരിച്ച് അവസാനം ഇച്ചിരി ആ മണ്ണിലേക്ക് നമ്മൾ വിലയം പ്രാപിക്കും. എന്നാലും നമ്മൾ സത്യം തിരയില്ല. മരിക്കാൻ പോകുന്ന ഒരുവനോട് ചോദിച്ചാൽ പോലും തൊട്ടടുത്ത നിമിഷം ഞാൻ ജീവിക്കുമോ എന്നായിരിക്കും ചോദിക്കുക. കാരണം എന്താണെന്നറിയോ? നമ്മുടെ ആത്മാവ് അമൃത വസ്തുവാണ്, മരണമില്ലാത്ത വസ്തുവാണ്. അതുകൊണ്ടാണ് നമ്മൾ മരിക്കാൻ ആഗ്രഹിക്കാത്തത്. അത് പറയാ, അതിനാൽ പരമാത്മാവല്ലാതെ വേറൊന്നുമില്ല. ഒന്ന് ശ്രദ്ധിച്ചോളണം, പരമാത്മാവല്ലാതെ വേറൊന്നുമില്ല. അപ്പോൾ നാമും ആരാ? നമ്മൾ ആരാ? വെറുതെ പറ, എന്താ പറയാത്ത ആ വാക്കുകൊണ്ടൊന്ന് പറഞ്ഞേ. നാം ആരാ? പരമാത്മാവല്ലാതെ ഇവിടെ വേറെ ഒന്നുമില്ല എന്ന് പറയുമ്പോൾ നാം ആരാ? പരമാത്മാവ് തന്നെ. സംശയമുണ്ടോ? സംശയം വേണ്ട. നാമും ആ പരമാത്മാവ് തന്നെയാണ്. അതായത് എന്താ പറയാ, അവനിവനെന്നറിയുന്നതൊക്കെ ഓർത്താൽ അവനിൽ ആദിമമായ ഒരു ആത്മരൂപം. ഗുരു എന്താ ഇത് പറഞ്ഞു തന്നെയെന്നറിയോ? ഗുരു എന്തുകൊണ്ടാണ് രാമൻ മുതലാളിക്ക് ഒരു സെക്കൻഡ് കൊണ്ട് ഇങ്ങനെ രചിച്ചു കൊടുത്തത്? അവിടുന്ന് പരമ്പൊരുളാണ്, പരമാത്മസ്വരൂപനാണ് മഹാഗുരു. അതായത് ഈ ലോക ജീവിതത്തിൽ സത്യം നഷ്ടപ്പെടുമ്പോൾ, ധർമ്മം നഷ്ടപ്പെടുമ്പോൾ ആ ധർമ്മത്തെയും സത്യത്തെയും നിലനിർത്തുന്നതിന് വേണ്ടി പരമ്പൊരുൾ തന്നെ ഒരു ഗുരുവിൻ്റെ രൂപം ധരിച്ച് കാലാകാലങ്ങളിൽ വരാറുണ്ട്. അങ്ങനെ ഒരു ശരീരം നരരൂപം ധരിച്ച് ഈ ഭൂമിയിലേക്ക് വന്ന പരമാത്മസ്വരൂപനായ ഗുരുവിൻ്റെ അരുളപ്പാടുകളാണ് ഗുരുവിൻ്റെ 64ഓളം കൃതികളും. മനസ്സിലാവുന്നുണ്ടോ? നമ്മൾക്ക് ഒരു വാക്കെങ്കിലും ഭഗവാനെ പൊരുള് ഞങ്ങൾക്ക് തിരിയണേ,
കാരണം ഞങ്ങൾ ജന്മാന്തരങ്ങളായി ഭൗതിക സംസ്കാരത്തിൽ വന്ന് ഞങ്ങൾക്ക് ഈശ്വരൻ എന്തെന്നോ ഞാൻ എന്തെന്നോ അറിയാതെ കടന്നു വന്നവരാണ് ഞങ്ങൾ. ഒരൊറ്റ സുപ്രഭാതത്തിൽ ഇത് പറഞ്ഞാലൊന്നും നമ്മുടെ ഉള്ളിലേക്ക് കയറില്ല എന്നുള്ളത് അതായത് എനിക്ക് തോന്നുന്നതാണ് കേട്ടോ. നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ വേദാന്തമായ ദാർശനിക തത്വങ്ങൾ ഒരു ഈശ്വരൻ്റെ അടുത്ത് പോലും എത്താത്ത നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരണമെങ്കിൽ ഭഗവാന്റെ അനുഗ്രഹം വേണം. ഇത്രയും ഞാൻ പറഞ്ഞത് മനസ്സിലായോ? 3 ശരീരങ്ങളുണ്ട്. ഇതെല്ലാം എന്തിൽ നിന്നുണ്ടായി? പരമാത്മാവിൽ നിന്നുണ്ടായി, അതിലേക്ക് ലയിക്കുന്നതുമാകുന്നു. അതിനാൽ എന്തേ ഉള്ളൂ? പരമാത്മാവല്ലാതെ വേറൊന്നുമില്ല. ഇതിന്റെ വ്യാഖ്യാനം ഗുരു ആത്മോപദേശ ചതകത്തിൽ പറഞ്ഞു തരിക. അവനിവനെന്നറിയുന്നതൊക്കെ ഓർത്താൽ അവനിയിൽ ആദിമമായ ഒരു ആത്മരൂപം, അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ അപരന്നു സുഖത്തിനായി വരേണം. വെറുതെയാണോ ഗുരു ഒരു ബുക്കും പേപ്പറൊക്കെ എടുത്തു വെച്ചിട്ട് എഴുതിയതാണോ? ഗുരു ഒന്നും എഴുതിയിട്ടില്ല കേട്ടോ. ഗുരുവിൻ്റെ അനുഭവം, ആനന്ദം വാക്കുകളായി അനുഭൂതിയായി പുറത്തു വന്നപ്പോൾ അത് രചിച്ച് പകർത്തിയെടുത്തത് ശിഷ്യന്മാരാണ്. പരമാത്മസ്വരൂപനെ തന്നെ ഗുരുവായി കിട്ടിയ ഭാഗ്യവാന്മാരാണ്. ഇതൊക്കെ ഈ കർണപുടങ്ങളിലേക്ക് എത്തണമെങ്കിലുണ്ടല്ലോ ജന്മാന്തര സുഹൃതം വേണം. മനസ്സിലാകണ്ട പോട്ടെ, ഒരു മൂലയിൽ ഇരുന്ന് ഉറങ്ങിക്കോട്ടെ പോട്ടെ, പക്ഷേ ഇതിൻ്റെ ഒരു അമൃതവാണിയിൽ ഒരു കണമെങ്കിലും നമ്മുടെ ചെവിയിൽ കേട്ടിട്ടുണ്ടെങ്കിൽ, അത് വിത്തായി അവിടെ കിടന്നിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ബാക്കി കേൾക്കാനേ ഇനി വരുള്ളൂ. സംശയമൊന്നുമില്ല. അതുകൊണ്ട് ശ്രദ്ധയോടെ, ഗുരുവിൻ്റെ ഭക്തിയോടെ, ഗുരു നമുക്കായി അറിഞ്ഞിട്ടുള്ള വാക്കുകളെയല്ലേ നമ്മൾ സംസാരിക്കുന്നത്, അല്ലേ? ശ്രദ്ധയോടെ കേൾക്കുക. ഗുരു പറയാ, അവനും ഇവനും നീയും ഞാനും എല്ലാം ആദിമമായ ആത്മരൂപം. ഗുരു എല്ലാവരെയും കണ്ടത് ആരായിട്ടാ? ഒന്നായിട്ടാ. അതുകൊണ്ട് മരുത്വാമലയിലെ ഭഗവാന്റെ ആത്മസാക്ഷാത്കാരം നേടി അവിടെ ഇരുന്നു കൊണ്ട് ഗുരുവിന് ബ്രഹ്മനിർലീനനാകാമായിരുന്നു. ആ ആത്മദർശനത്തിൽ നിന്ന് ഇറങ്ങി വരേണ്ട കാര്യം ഉണ്ടായിരുന്നോ? എന്തിനാ മരുത്വാമലയിൽ നിന്ന് ഈ ലോക ദർശനത്തിലേക്ക്, വിശ്വദർശനത്തിലേക്ക് ഗുരു വന്നത്? അവിടുന്ന് അനുഭവിച്ച ആ അനുഭൂതിയുടെ ഒരംശം ദീനം പിടിച്ചും മധുരയത് കുടിച്ചും കിടക്കുന്ന മനുഷ്യര്, ഒരു സാത്വിക ദൈവത്തിനെ ആരാധന ചെയ്യാൻ പോലും അവകാശമില്ലാതിരുന്ന ഒരു വിഭാഗം, കുളിക്കാൻ അറിയില്ല, വിദ്യ നേടാൻ അവകാശമില്ല, ഒരു ചെരുപ്പിട്ട് പോലും നടക്കാൻ പറ്റാത്ത സാഹചര്യമുള്ള ഒരു ജനതയുണ്ട്. അപ്പോൾ തൻ്റെ മുക്തി, അവരുടെ മുക്തിയിലൂടെയാണ് തൻ്റെ മുക്തി എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയല്ലേ ഭഗവാൻ ആ മരുത്വാമലയിൽ നിന്ന് പടിയിറങ്ങി താഴത്തേക്ക് വന്നത്. ഇത് രചിച്ചു തന്നിട്ട് 100-ലധികം വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. നമ്മുടെ ഒന്നും ചെവികളിലേക്ക് ഇതിൻ്റെ അർത്ഥങ്ങളും ആശയതലങ്ങളും എത്തിയിട്ടില്ല. ഇപ്പോഴെങ്കിലും ഈ ഒരു പ്രതിഷ്ഠാ വാർഷികത്തിലെങ്കിലും ഗുരു നമ്മളെ കൊണ്ട് ഇതൊക്കെ കേൾപ്പിക്കുന്നുണ്ടല്ലോ, അല്ലേ? അപ്പോൾ നോക്കൂ, ഇത് അവനും ഇവനും നീയും എല്ലാം ഒരേ ഒരു ആത്മചൈതന്യത്തിൻ്റെ ആവിഷ്കാരങ്ങളാണെന്ന് കരുതിയത് കൊണ്ടാണ് പട്ടിണി കൊണ്ട് വലഞ്ഞപ്പോൾ ചക്ക മോഷ്ടിക്കാനായിട്ട് ശിവഗിരിയിലേക്ക് വന്നപ്പോൾ ആ ചക്ക മോഷ്ടിച്ച കള്ളനെ പിടിച്ചു കൊണ്ടുവന്ന് മുമ്പിൽ നിർത്തിയപ്പോൾ ഗുരു പറഞ്ഞൊരു വാക്കുണ്ട്, നിനക്ക് പകല് വന്ന് മോഷ്ടിച്ചു, പകല് വന്ന് എടുത്തുകൊണ്ട് പോയിക്കോളായിരുന്നില്ലേ, രാത്രി വന്നാൽ വല്ല ജീവികളും കഴിക്കില്ലേ? അപ്പോൾ എല്ലാവരെയും ഗുരു കണ്ടത് എങ്ങനെയാ? അനുകമ്പയോടെയാ, കരുണയോടെയാ ഗുരു കണ്ടത്, അല്ലേ? അപ്പോൾ കള്ളനെ ശിക്ഷിക്കുന്നു പറഞ്ഞ് നോക്കിയിരുന്നവരുടെ അവരെല്ലാവരും ഈ ഗുരു എന്താ ഇങ്ങനെ? ഗുരുവിനെ ഞാനും നീയും അവനവനെയൊക്കെ ആരാ? ഒരേ ഒരു പൊരുളിൻ്റെ ആവിഷ്കാരങ്ങളായിട്ടാണ് ഗുരു കണ്ടത്. അതുതന്നെയാണ് ഗുരു ദൈവദശകത്തിൽ, അതായത് പരമാത്മാവല്ലാതെ വേറൊന്നുമില്ല, നാമും ആ പരമാത്മാവാണെന്ന് അറിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരണ്ടേ? അതായത് ഗുരു പറഞ്ഞു, നീയല്ലോ സൃഷ്ടിയും, ഒന്ന് ഉറക്കെ ചൊല്ലിക്കേ, ഗുരുവിൻ്റെ മുമ്പിൽ നിന്നല്ലേ ചൊല്ലുന്നത്. നീയല്ലോ സൃഷ്ടിയും സൃഷ്ടാവായതും സൃഷ്ടിജാലവും, നീയല്ലോ ദൈവമേ സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും. പുറത്തുനിന്ന് എന്തെങ്കിലും അവിടെ വന്നോ? സൃഷ്ടി നീയാണ്, സൃഷ്ടാവ് നീയാണ്, സൃഷ്ടിക്കുള്ള സാമഗ്രി നീയാണ്, പിന്നെന്താ? സൃഷ്ടിച്ച വസ്തുക്കളും നീയാണ്. പുറത്തുനിന്ന് എന്തെങ്കിലും കൊണ്ടുവന്നോ?
വീട് വെക്കാനായിട്ട് ഇഷ്ടിക ഇറക്കി, അല്ലെങ്കിൽ കല്ലിറക്കി, ചരലിറക്കി, പിന്നെ ടൈലിറക്കി, അതുപോലെ പലതും കൊണ്ടുവന്ന് സൃഷ്ടിക്കാൻ. ഒറ്റ ഭഗവാൻ തന്നെ പലതായിട്ട് ഇവിടെ കാണുന്നതെല്ലാം ഒരൊറ്റ ഈശ്വര ചൈതന്യം തന്നെ, പലതില്ല. അതാ ഏകതയെ പറയാനാണ് ഗുരു അത് പറഞ്ഞിരിക്കുന്നത്. ഇനി പരമാത്മാവാണ് നാം എന്നറിഞ്ഞ സ്ഥിതിക്ക് നമ്മുടെ ജീവിത മൂല്യങ്ങൾ വർദ്ധിപ്പിക്കണം. നമുക്ക് ഇഷ്ടമില്ലാത്തത് മറ്റുള്ളവരോട് ചെയ്യരുത്, അല്ലേ? ഒരുവന് നല്ലതും അന്യനല്ലലും ചേർപ്പൊരു തൊഴിൽ ആത്മവിരോധിയോർത്തിടേണം. അതായത് ഞാനും നീയും എല്ലാം ഒരേ പരമ്പൊരുളിൻ്റെ ആവിഷ്കാരമാണെങ്കിൽ നിനക്ക് നൊന്താ എനിക്ക് നോവില്ലേ, അല്ലേ? അയലക്കത്തെ വീട്ടിലെ പട്ടിണി കിടക്കുന്നുണ്ടെങ്കിൽ ഞാൻ ആഹാരം കഴിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ഒരു കുറ്റനുണ്ടാവില്ലേ, അവൻ കഴിച്ചിട്ടില്ലല്ലോ, അല്ലേ? അങ്ങനെ ഇന്ന് അതൊക്കെ നഷ്ടപ്പെട്ട് ഇരുട്ടിലേക്ക് പോകുന്ന ഒരു ജനവിഭാഗം, വിദ്യാസമ്പന്നരായ ആളുകളുടെ ഇടയിൽ പോലും ആത്മീയത നഷ്ടപ്പെട്ടിരിക്കുന്നു. സ്വാർത്ഥ ചിന്തയിലേക്ക് നടന്നെടുക്കുന്ന മനുഷ്യർ, അവരുടെയൊക്കെ ഇടയിലേക്ക് ഈശ്വരീയതയുടെ വെളിച്ചം കടന്നു കയറിയാൽ ഈ ലോക ജീവിതം എത്ര സമാധാനവും ശാന്തവുമായിരിക്കും എന്ന് ആലോചിച്ച് നോക്കൂ. ഗുരുവിൻ്റെ ദർശനമാണത്. ഗുരു ഇങ്ങനെയാണ് ഈ ലോകത്തെ കണ്ടത്. ഓരോ മനുഷ്യരെയും ഇടപഴകുമ്പോൾ ഗുരു ആരെയും വ്യത്യസ്തരായിട്ടല്ല കണ്ടത്. അതുകൊണ്ടാണ് പറഞ്ഞത്, പരനു പരം പരിതാപമേകിടുന്നോർ എരിനരകാബ്ദിയിൽ വീണെരിഞ്ഞിടുന്നു. പരന് പരിതാപം കൊടുക്കുന്നവർ, ഗുരു പറയുന്ന വളരെ കുറച്ച് പരുഷമായ ഭാഷയിലാണ് ഗുരു പറയണത്. അന്യർക്ക് ദോഷം വരുത്തുന്നവൻ ആരാന്നാ പറഞ്ഞത്? എരിനരകാബ്ദിയിൽ വീടെരിഞ്ഞിടുന്നു, അല്ലേ? നമ്മൾ കെട്ടുന്ന ആ വീടിൻ്റെ വഴിയിലൂടെ തൊട്ടപ്പുറത്ത് വഴിക്ക് സാധ്യതയില്ലാത്ത ഒരുവനും കൂടി ഒന്ന് നടന്നു പൊക്കോട്ടെ എന്ന് വിചാരിക്കാതെ വലിയ മതിൽ കെട്ടി അടക്കുമ്പോൾ ഈ ഭൂമിയിൽ ജീവിച്ച് മരിച്ചു പോകാമെന്നവനാണ്. കെട്ടിയടച്ച് കൂട്ടിക്കൊണ്ടു പോകാൻ പറ്റുമോ നിനക്ക്? കെട്ടിയടച്ച് വെച്ചതൊക്കെ നമ്മൾ വയനാട് കണ്ടതാണ്. ഒന്ന് നേരം വെളുത്ത് ഉണർന്നപ്പോൾ ഒന്നുമില്ല, എത്രയോ സ്വപ്നങ്ങളായിരുന്നു അവിടെ പൊലിഞ്ഞത്. അവർക്കൊക്കെ മതിലുകളുണ്ടായിരുന്നു, അലമാരികളുണ്ടായിരുന്നു, ആധാരങ്ങളുണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു. എന്തെങ്കിലും ഉണ്ടായിരുന്നോ? എന്തെങ്കിലും കണ്ടോ നേരം വെളുത്തപ്പോൾ? അല്ലേ? ഇല്ല. അപ്പോൾ ഒരു കുഞ്ഞുറുമ്പിന് ഇവിടെ ജീവിക്കാനുള്ള അവകാശം മാത്രമേ നമുക്കും ഇവിടെ ഉള്ളൂ എന്നറിയുമ്പോഴാണ് നമുക്കെല്ലാവരെയും ഒന്നായി കാണുവാനായിട്ട് സാധിക്കുന്നത്. മറ്റുള്ളവരുടെ വേദന കാണുമ്പോൾ നമ്മുടെ ഉള്ളു വേദനിക്കണമെങ്കിൽ ഈ ഒരു ബോധം, ഈ ആത്മീയമായ അറിവ് നമ്മളിലേക്ക് കടക്കണം. അതുകൊണ്ടാണ് ഗുരു പറഞ്ഞത്, അതിനാൽ പരമാത്മാവല്ലാതെ വേറൊന്നുമില്ല. എന്തിനാ ഗുരു ഇതൊക്കെ പഠിപ്പിച്ച്? നമ്മുടെ ഉള്ളിലുള്ള ശ്രേഷ്ഠ മൂല്യങ്ങൾ വർദ്ധിപ്പിക്കണം. മനസ്സിലാവുന്നുണ്ടോ? വീട്ടിലെ പ്രായമായ അമ്മ ഉണ്ടെങ്കിൽ നമുക്കറിയാം, ഇന്ന് നമ്മുടെ വീടുകളൊക്കെ ഒറ്റപ്പെടലിലാണ്, വല്ലാതെ അനാഥത്വം അനുഭവിക്കുന്നുണ്ട് നമ്മുടെ വീടുകളിലെ പ്രായമായ അച്ഛനമ്മമാർ. അവരോടൊന്നും മിണ്ടാൻ പോലും ചെല്ലാൻ ആളില്ല. ചിലപ്പോൾ കൂടെ ഉണ്ടായിരുന്ന കൂട്ടാളിയും പാതി വഴിയിൽ വെച്ച് മരിച്ചു പോയിട്ടുണ്ടാവും, അല്ലേ? ഒറ്റപ്പെടലിൻ്റെ വേദന അനുഭവിക്കുന്നവരാണ്. അപ്പോഴൊക്കെ ഒരു താങ്ങായി തണലായി ഞാനും നാളെ ഈ അവസ്ഥയിൽ എത്തും എന്നൊക്കെ കരുതണമെങ്കിൽ ഈ ആത്മീയത ഉള്ളിൽ ചെല്ലണം, അല്ലേ? ഇതൊക്കെ ചെന്നാൽ മാത്രമേ നമുക്ക് മനുഷ്യനാകാൻ പറ്റൂ, മനനം ചെയ്യുന്ന മനുഷ്യനാകാൻ പറ്റൂ. ഇല്ലെങ്കിൽ നാം മനുഷ്യമൃഗമായിട്ട് പോകും. നമ്മൾ കാണാറില്ലേ, ജന്മം നൽകിയ കുഞ്ഞിനെ തന്നെ കൊന്നു കളയുന്ന അമ്മമാരെ, അച്ഛന്മാരെ, ജന്മം നൽകിയ മക്കളെ മോശമായി കാണുന്ന അച്ഛന്മാർ, അമ്മമാർ ഒക്കെ നമ്മളിന്ന് കാണുന്നു. എത്രയോ ഹൃദയം നുറുങ്ങുന്ന കാഴ്ചകൾ കണ്ടാണ് നമ്മൾ ഓരോ ദിവസവും ഉണരുന്നത്. പത്രമെടുക്കാൻ പോലും ഭയപ്പാടാണ്, അല്ലേ? അപ്പോൾ അത്തരുണത്തിൽ ഇത്രയും ഒരു സദസ്സ് സംഘടിപ്പിച്ച് ഈ പരിമിതമായ സാഹചര്യങ്ങളോട് കഴിയുന്ന ഇവിടുത്തെ ഈ ശാഖായോഗം ഇത്തരത്തിൽ വളരെ ക്ലേശങ്ങൾ സഹിച്ച് ഈ ഒരു സദസ്സ് സംഘടിപ്പിച്ച് ഗുരുവിൻ്റെ കൃതികൾ തന്നെ കേൾപ്പിക്കാമെന്ന് വിചാരിച്ചപ്പോൾ എനിക്ക് വീണ്ടും അത് അവരോട് കൃതജ്ഞതയോടെ നമ്മളെല്ലാവരും ഓർക്കേണ്ടത് തന്നെയാണ് അവരുടെ ഈ പ്രവൃത്തിയെ. അപ്പോൾ നമ്മുടെ സമയം അനുസരിച്ച് നമുക്ക് പോകേണ്ടതുള്ളത് കൊണ്ട് അടുത്ത സെൻറ്റൻസിലേക്ക് പോകാം. അപ്പോൾ ഒത്തുകാര്യം മനസ്സിലായി. നാമൊക്കെ ആരാ? ഒരു രാമനും കൃഷ്ണനൊന്നും അല്ല, പിന്നെ ആരാ? നമ്മുടെ ഉള്ളിൽ നിന്ന് തുടിക്കുന്ന ആത്മചൈതന്യം ഉള്ളതുകൊണ്ടാണ് രാമനും കൃഷ്ണനൊക്കെ ആയിട്ട് നമ്മൾ ഇരിക്കുന്നത്. നാം ആര് തന്നെയാ?
ഈശ്വര ചൈതന്യം തന്നെയാണ് എന്ന് അറിയണം. എന്നിട്ട് പറയാം, സകല പാപം നിങ്ങൾ അറിയാമെങ്കിലൊന്ന് ഏറ്റുചൊല്ലിക്കോളൂ കേട്ടോ. സകല പാപങ്ങളെയും നശിപ്പിക്കുന്ന, വറുത്തു കളയുന്ന പരമാത്മാവിൻ്റെ യാതൊരു സ്വരൂപം എൻ്റെ ബുദ്ധിയെ തെളിച്ച് നല്ല വഴിയെ കൊണ്ടുപോകുമോ? അതായത് ഞാനും പരമാത്മാവാണെന്ന് അറിഞ്ഞു, പക്ഷെ എനിക്ക് തോന്നണില്ല ഞാൻ പരമാത്മാവാണെന്ന്, അല്ലേ? എനിക്ക് കുടുംബമുണ്ട്, വീടുണ്ട്, കുട്ടികളുണ്ട്, എനിക്ക് ഒത്തിരി ഉത്തരവാദിത്തങ്ങളുണ്ട്, കടമകളൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ ഈശ്വരനാണെന്ന് എനിക്ക് തോന്നണില്ല. തോന്നലുണ്ടോ? നമുക്കാർക്കെങ്കിലും തോന്നലുണ്ടോ ഞാൻ ഈശ്വരനാണെന്ന്? തോന്നലുണ്ട് കുറച്ചൊക്കെ, അല്ലേ? പക്ഷെ ഇവിടെ പറയാം, ഇവിടെ എന്തുകൊണ്ടാണ് നമ്മളിൽ സ്പന്ദിക്കുന്ന, നമ്മളിൽ തുടിക്കുന്ന ഈശ്വര ചൈതന്യത്തെ അറിയാൻ പറ്റാത്തത് എന്ന് ഈ വാചകത്തിലൂടെ കൂടി പറയാം. സകല പാപങ്ങളെയും നശിപ്പിക്കുന്ന. എന്താ പാപം? പാപവും പുണ്യമൊക്കെ കർമ്മത്തിൽ നിന്നുണ്ടാകണം, അല്ലേ? നമ്മളൊക്കെ പഠിച്ചു വെച്ചിട്ടുണ്ട്. എന്താ? പാപം ചെയ്യുന്നവൻ നരകത്തിൽ പോവും, പിന്നെ പുണ്യം ചെയ്യുന്നവൻ സ്വർഗത്തിൽ പോകും, അല്ലേ? ഈ സ്വർഗ നരകങ്ങളൊക്കെ ഇവിടെ തന്നെയാണ്, അല്ലേ? ഇങ്ങനെ ജന്മാന്തരങ്ങളായിട്ടൊക്കെ വരുന്നതാണ് സ്വർഗ നരകങ്ങളൊക്കെ. അപ്പോൾ അതായത് നല്ല, ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ശ്രേഷ്ഠമായ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ, ഇപ്പോൾ ഈ ചെയ്യുന്നതൊക്കെ ഒരു ശ്രേഷ്ഠ കർമ്മ, ഒരു ബ്രഹ്മയജ്ഞമാണിത്. ഇത്രയും പേര് ഇരുത്തി ഈ സായം സന്ധ്യയിലെ ഈ ഭഗവാന്റെ മുന്നിൽ ഇരുത്തിക്കൊണ്ട് സത്സംഗം നടത്തുക എന്ന് പറഞ്ഞാൽ പുണ്യം ചെയ്തവർക്ക് ഇവിടെ ഇരിക്കാൻ പറ്റുള്ളൂ. പുണ്യം ചെയ്തവർക്ക്, സുകൃതികളാണ് ഇവിടെ എൻ്റെ മുന്നിൽ, ഈ ഭഗവാന്റെ മുന്നിൽ ഇരിക്കുന്ന ഓരോരുത്തരും. അത് പറയാതെ വയ്യ. അപ്പോൾ പറയുകയാണ്, ഈ പാപങ്ങൾ ഇരിക്കുന്നത് കൊണ്ടാണ് എനിക്ക് ഈശ്വരനെ അറിയാൻ പറ്റുന്നത്. പാപം ഞാൻ നേരത്തെ പറഞ്ഞു, ജന്മാന്തരങ്ങളായി കൂട്ടിവെച്ചിട്ടുള്ള കർമ്മവാസനയുമായി വന്നവരാണ് നാം. ഈ വാസനാരൂപത്തിൽ ഇരിക്കുന്നത് കൊണ്ട് എനിക്ക് ഞാൻ പരമാത്മാവാണെന്ന് അനുഭവിക്കാൻ പറ്റുന്നുണ്ടോ? ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിലും ടീച്ചർ നിർത്തി 9 മണിയായി, എനിക്ക് ഇവിടുത്തെ ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തണം, അത്ര ജോലിയുണ്ട്, ഇതൊക്കെ ഇരിക്കല്ലേ? കർമ്മങ്ങളിലേക്ക് പോകും. അന്തിമ നിമിഷം വരെയും എനിക്ക് മരിക്കാൻ പോലും സമയമില്ല, എനിക്ക് അടുത്ത ജോലി ചെയ്യണമെന്ന് പറയുന്നവരെ നമ്മൾ, അല്ലേ? ഉത്തരം താങ്ങുന്ന വല്ലികളായിട്ട് നമ്മളില്ലെങ്കിൽ ലോകം ഇടിഞ്ഞു വീഴുമെന്നും പറഞ്ഞ് ജീവിക്കുന്നവരാണ്. പക്ഷേ അങ്ങനെ ഒരു കാലം എനിക്കും ഉണ്ടായിരുന്നു കേട്ടോ. എൻ്റെ ഭർത്താവ് ഇവിടെ ഇരിക്കുന്നുണ്ട്. കാരണം അമ്പലത്തിൽ വളരെ ചെറിയ പ്രായത്തിലൊക്കെ തന്നെയാണ് കേട്ടോ ആത്മീയതയിലേക്ക് അധികം കടന്നു വരുന്നതിന് മുമ്പ് തന്നെ പാഠനത്തിലൊക്കെ കലാലയത്തിൽ സ്കൂളിൽ പഠിപ്പിച്ചിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൊക്കെ ശരിക്കും സ്കൂളും കുട്ടികളെന്ന് പറഞ്ഞാൽ ഓട്ടമായിരുന്നു. ക്ഷേത്രത്തിലുള്ള പോകുന്ന സമയം പോലും അത്രയും നേരെ സ്കൂളിലേക്ക് നടക്കാമെന്ന് വിചാരിക്കും. ഭഗവാന്റെ മനസ്സിലോർത്തോണ്ടൊരു നടപ്പാണ്. അപ്പോൾ ഓർക്കുക, ഓടി ഇപ്പോൾ റിട്ടയർമെൻറ്റ് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ തോന്നുക എല്ലാം സ്വപ്ന തുല്യമെന്നല്ലാതെ ഒന്നും പറയാനില്ല. എന്തിനു വേണ്ടിയാണ് ഓടിയത്, അല്ലേ? എന്തിനാ ഓടിയത്? നമ്മളിവിടെ എന്നും അവിടെ നിന്ന് ഇത്തിരി നേരം മാറി നിന്നെന്ന് കരുതി ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. മറിച്ച് നമ്മൾ ഇപ്പോൾ ചെയ്യുന്നത് നമ്മളുടെ ജന്മശ്രേഷ്ഠതയ്ക്ക് വേണ്ടിയ കാര്യങ്ങളാണ്. മനസ്സിലാകുന്നുണ്ടോ? ഇതേ നമ്മൾ പോകുമ്പോൾ കൊണ്ടുപോകും. ഈ സംസ്കാരമാണ് നമ്മൾ നമുക്ക് വേണ്ടി നേടുന്ന കാര്യം. അതിനുവേണ്ടി ചെലവഴിക്കേണ്ട സമയം. അപ്പോൾ എൻ്റെ സകല പാപങ്ങൾ എന്ന് പറഞ്ഞാൽ ജന്മാന്തരങ്ങളായി കൊണ്ടുവന്നിരിക്കുന്ന കർമ്മവാസനകൾ. ജനീനവർണ്ണമഞ്ചലിൽ ഗുരു പറയുന്നുണ്ട്, എൻ പാപമേവതിനൊരമ്പായിടും പറയും, അമ്പായിടുന്നറിവ് നിൻ പാദതാരിലും എന്നൻ പാടുമോർവി ഒരിരുമ്പാമനം ധനുരഹംഭാവിയാണു വിജയീ. അമ്പാതരുന്നു വിജയം പാപപങ്കില അഹംഭാനമാകും. അതിനാൽ വൻഭാരമാർന്ന തനുവും ഭാനമാമുലകവും ഭാനമാവുമഖിലം. എന്താ? എൻ്റെ പാപം എഴുതി നശിപ്പിക്കണം. എങ്ങനെ? എന്തുകൊണ്ടാണ് എഴുതി നശിപ്പിക്കേണ്ടത്? അറിവാകുന്ന അമ്പുകൊണ്ട് എൻ്റെ പാപങ്ങളെ എഴുതി നശിപ്പിക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ പരമാത്മാവാണെന്ന് അറിയുമ്പോൾ എൻ്റെ കർമ്മവാസനകൾ അവിടെ നശിക്കും.
ഈ കൂട്ടിവെച്ചിരിക്കുന്നത് അവിടെ നശിക്കും. അനേകായിരം കൊല്ലങ്ങൾ ഇരുളടഞ്ഞു കിടന്ന ഒരു ഗുഹയാണെങ്കിലും ഒരൊറ്റ തിരി കത്തിച്ച് വെച്ചാൽ മതി ആ ഇരുട്ട് മാറ്റാൻ. അനേകം വർഷം കൊണ്ടൊന്ന് കത്തിച്ച് വെക്കണോ? ഇല്ല. ഞാൻ പരമാത്മാവാണെന്നുള്ള അറിവ് എൻ്റെ പാപത്തെ നശിപ്പിക്കും. ഈ അറിയണം. എന്നിൽ തുടിക്കുന്ന ചൈതന്യം ആത്മാംശമാണ്, ഈശ്വരാംശമാണ് ഞാനെന്നറിയുമ്പോൾ എൻ്റെ പാപങ്ങൾ ഇല്ലാണ്ടാവും. അതിനെ നല്ല ജ്ഞാനത്തിലൂടെ വേണം ഭക്തിയിൽ വരാൻ. നമുക്കാർക്കും ഈശ്വരനെ അറിയാതെ ഭക്തി ചെയ്യുന്നവരാണ് നമ്മൾ. ഈശ്വരൻ എന്താണെന്ന് അറിഞ്ഞിട്ടാണോ ഭക്തി ചെയ്യുന്നത്? ആണോ? ഇപ്പോൾ നമുക്ക് പള്ളിയിൽ പോയാലാണ് ജീവിത ക്ലേശങ്ങൾക്ക് സുഖം കിട്ടുന്നതെന്ന് വെച്ചാൽ നമ്മൾ അങ്ങോട്ട് പോകും. നമ്മുടെ ഉള്ളിലാണ് നമുക്ക് ജന്മം തന്ന സമയത്ത് പഞ്ചഭൂതങ്ങളെ ചേർത്ത് വെച്ചപ്പോൾ നമ്മുടെ ഭൂതവും ഭാവിയും വർത്തമാനവും കർമ്മസഞ്ചയങ്ങളെ ചേർത്ത് വെച്ചിട്ടുണ്ട് എന്ന് ഗുരു പിണ്ടനന്ദിയിൽ പറഞ്ഞു തന്നു. പക്ഷെ നമ്മളെ വിചാരം എന്താ? പുറത്തുനിന്ന് ചോദിച്ച് മേടിക്കണമെന്ന് കരുതിയിട്ട് നമ്മളിങ്ങനെ ഓട്ടവാ. ആരെങ്കിലും പറയുമോ നീ അവിടെ പോയി പ്രാർത്ഥിച്ചോ, നിനക്ക് നിൻ്റെ എല്ലാം സാധിക്കുമെന്ന് പറഞ്ഞാൽ നമ്മൾ ഓടും. കാരണം നമുക്ക് ഈശ്വരൻ എന്തെന്ന് അറിയില്ല. കഷ്ടപ്പാടും ക്ലേശങ്ങളും കൊണ്ട് നമ്മൾ ഓടും. പക്ഷെ ഈ ഓട്ടത്തിൻ്റെ സ്പീഡ് കുറയ്ക്കൂ. കയ്യിലിരിക്കുന്ന കൽപ്പകവൃക്ഷക്കരിയെ കാണാതെ കളഞ്ഞ് കാഞ്ഞിരക്കനിയെ തേടി ഭക്ഷിച്ച് വിഷം കൊണ്ട് മരിക്കരുത്. ഈ കൽപ്പകവൃക്ഷക്കനിയല്ലേ ചോദിക്കാതെ എല്ലാം തരുന്ന ഒരു കൽപ്പകവൃക്ഷക്കനി. ആത്മചൈതന്യം തെളിഞ്ഞ് പ്രകാശിക്കുന്നുണ്ട് ഓരോരുത്തരുടെ ഉള്ളിലെ. ഏത് സങ്കടങ്ങൾ വരുമ്പോഴും ആശ്വാസം അവിടെ നിന്നാണ് വരുന്നത്. എന്ത് തിരിച്ചറിയാത്തെ? ക്ഷേത്രം ചെല്ലുമ്പോൾ കണ്ണടച്ചിട്ട് ആ ആത്മചൈതന്യത്തെ ആരാധിക്കുമ്പോൾ അവിടെ നിന്നാണ് ആശ്വാസം തരുന്നത്. ആ ശിലയ്ക്കാണോ? ആ ശിലയിൽ നിന്നാണോ ഇങ്ങോട്ട് കിട്ടണേ? എവിടുന്നാ വന്നെ? ഉള്ളിന്നാ. എന്നാ പഠിക്കണമെങ്കിൽ ഗുരുവിൻ്റെ ഭക്തി ദർശനമൊക്കെ പഠിക്കണം. അപ്പോൾ നമുക്ക് ഈശ്വരൻ എന്താ ഭക്തി എന്നൊക്കെ അറിയാൻ പറ്റും. അപ്പോൾ പറയാണ്, എൻ്റെ സകല പാപങ്ങളെയും നശിപ്പിക്കുന്ന പാപങ്ങൾ ജന്മാന്തര വാസനയാണ് കേട്ടോ. നമ്മളിപ്പോൾ ലോക ജീവിതത്തിൽ പല പല കർമ്മങ്ങൾ ചെയ്യും. ചില കർമ്മങ്ങൾ നമ്മൾ പറയാറില്ലേ, ഞാൻ ചത്താലും ഞാൻ മറക്കില്ലെന്ന് പറയാറില്ലേ? ചത്താലും ഞാൻ മറക്കില്ല. ചിലത് വളരെ കട്ടിയായ വാസനകളായിട്ട് നമ്മളിൽ ശേഖരിച്ച് വെച്ചിട്ടുണ്ട്. ആ വാസന നിങ്ങൾ ശ്രദ്ധിച്ചോട്ടോ. ഇനി അങ്ങനെ പറയരുത്. ശത്രുക്കളെ ആയിരിക്കും കൂടുതൽ നമ്മൾ നെഞ്ചിലേറ്റിയേക്കണമെങ്കിൽ തീർച്ചയായും നമ്മുടെ കൂടെ ഇനി ഉണ്ടാവും ആ ശത്രുതൽ. കാരണം നമ്മൾ കൂട്ടിക്കൊണ്ട് പോകുന്ന അവരെയാ. അതുകൊണ്ടാണ് ഗുരു പറഞ്ഞത്, നല്ലതല്ല ഒരുവൻ ചെയ്ത നല്ല കാര്യം മറപ്പത്, നല്ലതല്ലാത്തതുടനെ മറന്നിടുന്നത് ഉത്തമം. നേരം എടുത്ത് എഴുന്നേറ്റാൽ ശത്രുവിൻ്റെ മുഖമായിരിക്കും എടുത്ത് വയ്ക്കുക. അവൻ പറഞ്ഞ വാക്ക്, അവൻ്റെ പ്രവൃത്തി വല്ലാതെ നമ്മൾ ഇമോഷണലായി പോകും. അപ്പോൾ അതുകൊണ്ട് അതൊന്നും ഇട്ടുകളയുക. നാമജപങ്ങൾ ഇട്ട് കൊടുക്കുക നാവില്, അതൊക്കെ കളയുക. അപ്പോൾ അവിടെ ഈശ്വര ചിന്ത നിറയ്ക്കുക. അപ്പോൾ ഗുരു പറയുക, പാപങ്ങളെ നശിപ്പിച്ചാൽ പോരട്ടോ, വറുത്ത് കളയണം. ശക്തമായ ഭാഷ ഗുരു പറഞ്ഞേക്കുക. കാരണം എന്താണെന്നറിയോ? ഈ പാപങ്ങൾ നമ്മളെ ജനന മരണ ചുഴിയിലേക്ക് കൊണ്ടുവരും. സൂക്ഷ്മ ശരീരം പിന്നെയും ശരീരമാകും, പിന്നെയും കർമ്മം ചെയ്യും, പിന്നെയും മരിക്കും, പിന്നെയും വരും, പിന്നെയും മരിക്കും. എന്താ പറയുക? പുനരഭി ജനനം, പുനരഭി മരണം, പുനരഭി ജനനീ ജഡരേ ശയനം. എന്നാ ഇതിൽ നിന്നൊരു മോചനം ഉണ്ടാകുക? അതാ ഗുരു പറഞ്ഞത്, ജ്ഞാനമാം നദിയിൽ മുഴുകുവാൻ കാലമായി വന്നിരിപ്പോൾ മതി ഈ ജനന മരണ പെരുങ്കടലിൽ കിടന്നത്. നീ അറിഞ്ഞു പോകും, ജ്ഞാനം നേടിപ്പോകും, സത്യം അറിഞ്ഞു പോകൂ, നിന്നിലിരിക്കുന്ന ആത്മസ്വരൂപത്തെ തെളിയിച്ചുകൊണ്ട് കടന്നു പോകൂ എന്ന് ഗുരു നമ്മളോട് പറഞ്ഞു തരിക. വറുത്ത് കളയണം എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഇത്തിരി വിത്ത് അവിടെ കിടന്നാൽ പോലും അത് മുളച്ചു വരില്ലേ? നമ്മളൊരു ചെടി പറിച്ചിട്ട് വെറുതെ അങ്ങ് ഇട്ടാൽ അതിന് ആ വേര് മണ്ണിൽ സ്പർശിച്ച ഭാഗത്ത് വെച്ച് അത് മുളച്ചു വരും അല്ലേ? വെറുതെ ഒരു വിത്തെടുത്ത് വെറുതെ ഇട്ടാൽ അത് മുളയ്ക്കില്ലേ? വിത്ത് നന്നായിട്ട് വറുത്തിട്ട് കളഞ്ഞ മുളയ്ക്കും? ഇല്ല. നന്നായിട്ട് വറുത്തിട്ട് കളഞ്ഞാൽ മുളയ്ക്കില്ല. വറുത്ത വിത്ത് മുളയ്ക്കില്ല. വറുത്ത വിത്ത് പോലത്തെ മനസ്സാകണം. ഒന്നും കൂട്ടണ്ട, ഒന്നും കൂട്ടി വെക്കണ്ട. എൻ്റെ രോഗങ്ങളോ, എൻ്റെ ചേട്ടൻ്റെ രോഗങ്ങളോ, എൻ്റെ മക്കളുടെ പ്രശ്നങ്ങളോ, എൻ്റെ അമ്മായിയമ്മയുടെ പ്രശ്നങ്ങളോ എല്ലാം വിട്ടുകളാം. ഒന്നും വേണ്ട അതിനകത്ത് ഒന്നും വേണ്ട. എല്ലാം എടുത്ത് പുറത്തേക്ക് കളയുക. പുറത്തുനിന്നുള്ള ഒന്നും അകത്തേക്ക് കൊണ്ടുവരാതിരിക്കുക. അപ്പോൾ എന്താവും? വറുത്ത വിത്ത് പോലെയാവും. വറുത്ത വിത്ത് പോലെയുള്ള മനസ്സ് ഗുരുവിനുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ഗുരു പറഞ്ഞത്, ആശ പറഞ്ഞത്, വാദങ്ങൾ ചെവിക്കൊണ്ടു
മതപ്പോരുകൾ കണ്ടും മോദസ്ഥിരനായങ്ങു വസിപ്പൂ മല പോലെ. പറഞ്ഞു തന്ന ഗുരു അത് അനുഭവിച്ചിട്ടാ പറഞ്ഞു തന്നേന്ന് ഓർത്തോണം. എഴുതിയ ബുക്കും പേപ്പറിൽ എഴുതി കൊടുത്താണോ? ഗുരുവിൻ്റെ അനുഭവമാണിത്. ആനന്ദക്കടൽ പൊങ്ങി താനേ പായുന്നിതാ പരന്നൊരു പോൽ എന്ന് സ്വാനുഭവ ഗീതിയിൽ ഗുരു എഴുതി വെച്ചത് വെറുതെയല്ല. ഈ ആത്മാനന്ദത്തെ അനുഭവിച്ച ഗുരുവാ. വെറുമൊരു ഗുരുവിനെ അല്ല ഗുരുവായിട്ട് കിട്ടിയേക്കണം. പക്ഷെ നമുക്കതിൻ്റെ മഹത്വം അറിയില്ല. എത്ര ശ്രേഷ്ഠമായ ഗുരുവിനെയാണ് എനിക്ക് ആരാധന ചെയ്യാൻ കിട്ടിയത്, എത്ര സുഹൃതികളാണ് നമ്മളെന്ന് അറിയാൻ പറ്റുന്നില്ല അല്ലേ? സത്യത്തിൽ കണ്ണീര് വരും. അപ്പോൾ ഭഗവാനെ ഓർക്കുമ്പോൾ കണ്ണീര് വരും. കാരണം എന്താ വെച്ചാൽ ഭഗവാനെ ഓർക്കുമ്പോൾ കണ്ണീര് വരേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ഗുരുവിനെ ഓർത്ത് കരയേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം എന്താ? ഗുരു പരമ്പൊരുളായ ജീവിത എന്താ പറയുക സത്യസാക്ഷാത്കാരം നേടിയ മഹാഗുരുവാണ്. നമ്മൾ പറയണ കേൾക്കാറുണ്ട്. ഗുരുവിൻ്റെ മായാലീലകളും ഗുരുവിൻ്റെ സിദ്ധിവിശേഷങ്ങളൊക്കെ പ്രസംഗിച്ചു പോണ കേൾക്കാറുണ്ട്. ഗുരു സിദ്ധിവിശേഷങ്ങൾക്കൊക്കെ അപ്പുറമുള്ള ചൈതന്യമാണ് കേട്ടോ. സിദ്ധിവിശേഷം കാണിക്കാനൊന്നുമല്ല ഗുരു ലോകത്തേക്ക് വന്നത്. അതൊന്നും കണ്ട് ഗുരുവിൻ്റെ ഭക്തിയിലേക്ക് നിങ്ങൾ പോകണമെന്നില്ല. കാരണം ഗുരു പറഞ്ഞിട്ടുണ്ട്, സിദ്ധാനുഭൂതിയിലും എത്താതെയാം അതിമഹത്തായിടും ജനനി. സിദ്ധന്മാരുടെ സിദ്ധിവിശേഷങ്ങളിൽ പോലും ദേവി നിന്നെ കിട്ടില്ല, നിന്നെ അറിയാൻ പറ്റില്ല. അപ്പോൾ ഗുരു ഈ സിദ്ധിവിശേഷങ്ങൾക്ക് അപ്പുറമാണ്. ഇത് പറയാനൊരു കാരണമുണ്ട്. കാരണം ഇന്നിപ്പോൾ ശ്രീനാരായണ ഗുരുദേവൻ്റെ ഈശ്വരീയ ഭാവം അങ്ങനെയൊക്കെ നമ്മൾ സ്പീച്ച് നടത്തുമ്പോൾ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, ഗുരു മാത്രമല്ല ഈശ്വരൻ, നമ്മളെല്ലാവരും ആരാ? ഈശ്വരനാന്നല്ലേ ഗുരു പറഞ്ഞു തന്നത്. ഗുരുവിൻ്റെ ഈശ്വരീയ ഭാവം എന്ന് പറയുമ്പോൾ ചെറിയ ടോപ്പിക് ആയിപ്പോയില്ലേ? ഗുരു പരമ്പൊരുളായ മഹാഗുരുവിനെ ഈ ലോകത്ത്, അതായത് സത്യത്തിലേക്ക് അടുക്കുമ്പോൾ മഹാപുരുഷന്മാർക്ക് ഈ ലോകത്ത് പല സിദ്ധിവിശേഷങ്ങളും കരഗതമാവും. അവരതൊന്നും ശ്രദ്ധിക്കാറില്ല. ചിലപ്പോൾ അവരൊരു മുന്തിരി കൊടുത്താലോ ഒരു പഴം കൊടുത്താലോ ചിലപ്പോൾ ഒന്ന് നോക്കിയാലോ ചിലപ്പോൾ ഒന്ന് സ്പർശിച്ചാലോ ആ കുലം പവിത്രം ജനനീ കൃതാർത്ഥ വസുന്ധര പുണ്യവതീച്ചതേന അങ്ങനെ ആയി ഭവിക്കും. കാരണം അവർ സത്യം അറിഞ്ഞവരാ. അവരൊരു തിരുനോട്ടം കിട്ടിയാൽ മതി നമ്മൾ ജയിക്കാൻ. പക്ഷെ അവർ ആ സിദ്ധിവിശേഷം കാണിക്കാൻ നടക്കുന്നതാണോ ഗുരു? ഞാൻ സിദ്ധിചാലക്കാരനാണ്, എന്നെ പ്രാർത്ഥിച്ചോന്ന് പറയാനാണോ അത്? ഒരിക്കലുമല്ല. ഈ ഗുരുവിനോട് ഒരിക്കൽ പറയുന്നുണ്ട്, സമുദ്രത്തിൻ്റെ പുറത്തുകൂടി ഒരാൾ നടന്നു കാണിച്ചപ്പോൾ ഗുരുവിനോട് ശിഷ്യൻ പറയുക, അതാണ് നടന്നു കാണിക്കുന്ന ഗുരു. അപ്പോൾ ഗുരു പറയാണ്, ഹഠയോഗികൾക്ക് ഇതിനപ്പുറവും സാധിക്കും. അങ്ങനെ ഒരു സിദ്ധിചാലക്കാരനാണോ ഗുരു? ആണോ? ഗുരു പറയുന്നുണ്ട്, ഒഴുകി വരുന്ന അമൃതുണ്ട് മാണ്ടുപോകാതെ ഒഴിവിലൊടുക്ക മുതിക്കും അർക്കബിംബം. നീ പരമാത്മ സത്യത്തിലേക്ക് യാത്ര ചെയ്യുമ്പോൾ, ആ പരമ്പൊരുളിനെ സാക്ഷാത്കരിക്കുമ്പോൾ അതിനോട് അടുത്ത് നിനക്കുണ്ടാകുന്ന അനുഭവമാണ് സിദ്ധിവിശേഷം. അതിലൊന്നും നീ ആണ്ടുപോകരുത്. അതിൻ്റെ അപ്പുറം കടന്ന് സായുജ്യത്തിലെത്തണമെന്ന് പറഞ്ഞ ഗുരുവിനെ ഇവിടെ സിദ്ധിവിശേഷം പറഞ്ഞ് മായാജാലക്കാരെ പറഞ്ഞ് നമ്മളെ ഗുരുവിനെ പഠിപ്പിക്കേണ്ട കാര്യമുണ്ടോ? ഗുരു മായാജാലവും കടന്ന ചൈതന്യമാണെന്ന് പറഞ്ഞു കൊടുക്കുക കേട്ടോ. ഗുരുവിൻ്റെ കൃതികളിൽ തന്നെ ഗുരു അത് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ പാപങ്ങളെ നശിപ്പിച്ചാൽ പോരാ, പിന്നെ എന്ത് ചെയ്യണം? വറുത്ത് കളയണം. എന്തിനാ? ചിലപ്പോൾ നമുക്ക് ചില സംശയങ്ങൾ, നമ്മൾ സംശയം തീർന്നെങ്കിൽ ഒരു ഇത്തിരി സംശയം കടന്നാൽ എന്ത് പറ്റും? പെരുകി വലിയ സംശയമാക്കി നമ്മളെടുക്കും. അപ്പോൾ ഇത്തിരി കർമ്മവാസനകൾ പോലും അവശേഷിക്കാതെ ആ പാപങ്ങളെ മുഴുവനായി വറുത്ത് കളയുന്ന പരമാത്മാവിൻ്റെ യാതൊരു സ്വരൂപം. ഇപ്പോൾ വറുത്ത് കളയുന്നത് ആരാ? പരമാത്മാവാണ് ഞാനെന്നറിയുമ്പോൾ എൻ്റെ പാപങ്ങൾ നിശേഷം നശിക്കും. ഞാൻ രാമനാണെങ്കിലല്ലേ എനിക്ക് ഭാര്യയുണ്ട്, എനിക്ക് മക്കളുണ്ട്, അവരെ നോക്കണം, അവരുടെ കർത്തവ്യങ്ങളെ മാത്രം ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുക അല്ലേ? എന്നിലൂടെ ഭഗവാനാണ് ഇവരെ നോക്കുന്നതെന്ന് അറിഞ്ഞാൽ നമ്മൾ അവരെക്കുറിച്ച് ഓർത്ത് വിഷമിക്കുമോ? ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ? അതായത് പൊരുളെന്നു മുടമ്പൊടു മക്കൾ ഉയർത്തിരളെന്നും ഇതൊക്കെ അനർത്ഥകരം കരളീന്നു കളഞ്ഞു കരുങ്കടലിൽ പുരളാതെ പൊതിഞ്ഞു പിടിപ്പതു നീ. അതായത് മക്കൾ നിങ്ങളിലൂടെ വന്നു എന്ന് മാത്രമേ ഉള്ളൂ. മക്കൾ വരാനൊരു ഉപാധി മാത്രമാണ് അച്ഛനും അമ്മയും. ആ മക്കൾ
സാക്ഷാൽ ജഗദീശ്വരനാണെന്ന് എന്നാ നമുക്ക് മനസ്സിലാകുക? എൻ്റെ മക്കളെ വളർത്തിയത് ഞാനാണെന്ന് ഉറക്കെ പറയണ്ട. 9 മാസം 9 ദിവസം 9 വിനാഴിക നീ കണ്ടോ? വയറ്റിൽ കിടക്കണ കുഞ്ഞിനെ നീ കണ്ടോ? എല്ലാ അവയവങ്ങളും വെച്ച്, ആ സർവ്വ അവയവങ്ങളും വെച്ച് ആ കുഞ്ഞിനെ ഈ ഭൂമിയിലേക്ക് എത്തുന്നത് വരെ കണ്ണിമ ചിമ്മാതെ നോക്കി വളർത്തിയ ജഗദീശ്വരൻ അറിയാം ഭൂമിയിൽ വന്നാലും ആ കുഞ്ഞിനെ സംരക്ഷിക്കാൻ. അതിനുവേണ്ടി നീ ഉരുകണ്ട അല്ലേ? ഇവിടെ ഇതൊക്കെ അനർത്ഥകരാന്ന് പറയുമ്പോൾ നാളെ മുതൽ മക്കളെ നോക്കണ്ട നല്ല അർത്ഥം. എന്താ അതിൻ്റെ അർത്ഥം? ഇതൊക്കെ ഈശ്വരനെ സമർപ്പിച്ചിട്ട് ജീവിക്കുക അല്ലേ? നമുക്ക് ചെയ്യാവുന്ന കർമ്മങ്ങൾ അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കുക, എന്നിട്ട് ഈശ്വരനെ സമർപ്പിച്ചിട്ട് ജീവിക്കുക. നിന്നിലൂടെ അത് നടത്തുന്നത് ദൈവം തന്നെയാണ് എന്നൊരു ബോധമുണ്ടാകാനാണ് ഗുരു പറഞ്ഞത്. അല്ലാതെ അതിനെക്കുറിച്ച് ഓർത്ത് ദുഃഖിച്ചുകൊണ്ട് നടക്കണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ പറയാണ്, സകല പാപങ്ങളെയും നശിപ്പിക്കുന്ന, വറുത്തു കളയാൻ എത്ര ജന്മം വേണ്ടി വരും എന്ന് ആലോചിക്കും. അവിടെ നമ്മൾ കടക്കാൻ തോന്നണില്ല അടുത്ത സെൻറ്റൻസിലേക്ക്. കാരണം എന്താ വെച്ചാൽ നമ്മൾ കൂട്ടി വെച്ചേക്കുന്ന കർമ്മവാസനകൾ അനേക ജന്മങ്ങളിലുണ്ടല്ലേ. അത് വറുത്ത് കളയണമെങ്കിൽ ഈശ്വര ചിന്ത വേണം അല്ലേ? ഈശ്വര ചിന്ത വിടാതെ പിടിക്കുക. ഞാൻ ഈശ്വര ചൈതന്യം തന്നെയാണെന്ന് പറഞ്ഞ് ആ സത്യത്തെ മനസ്സിലാക്കുക. എന്നിട്ട് സത്യാനുസാരിയായി ജീവിക്കാൻ ശ്രമിക്കുമ്പോൾ പതുക്കെ പതുക്കെ ആ കലക്ക വെള്ളത്തിലേക്ക് തെളിവെള്ളം ഒഴിച്ചൊഴിച്ച് കൊടുത്ത് നമുക്ക് ഈശ്വര ചൈതന്യത്തെ തെളിയിച്ചെടുക്കാം അല്ലേ? അതിന് നമുക്കിവിടെ ഗുരുമണ്ഡപമുണ്ട്. ജപം ചെയ്യാം, ധ്യാനം ചെയ്യാം, ഗുരുഷ്പാഞ്ജലി മന്ത്രം ചെയ്യാം, ഗുരുവിൻ്റെ അടുത്ത് വന്ന് കണ്ണടച്ചിരുന്ന് പ്രാർത്ഥിക്കാം, ഗുരുവിനോട് തന്നെ ചോദിക്കാം അല്ലേ? ഇതൊക്കെ നമുക്ക് നമ്മുടെ സ്വരൂപത്തെ തെളിയിക്കാനുള്ള ഉപാധിയാണ്. അപ്പോൾ പറയാണ്, വറുത്ത് കളയുന്ന പരമാത്മാവിൻ്റെ യാതൊരു സ്വരൂപം. ഇനി എൻ്റെ സകല പാപങ്ങളെയും നശിപ്പിച്ചാൽ പോരാ, ഇത് വറുത്ത് കളഞ്ഞേക്കണേ. ഇത്തിരി നീ നശിപ്പിച്ചാലും ചിലപ്പോൾ അത് ഇനി മുളച്ച് വന്നാലോ, വാസന മുളച്ച് വന്നാലോ അല്ല, ഇച്ചിരി വൈരാഗ്യം കൊണ്ട് അതൊക്കെ പോയി. പക്ഷെ പിന്നെയും ഇത്തിരി കിടപ്പുണ്ടെങ്കിൽ അത് പിന്നെയും ആളിക്കത്തി വരുമല്ലേ? അതുകൊണ്ട് കർമ്മവാസനകളെല്ലാം ഇല്ലാതെയാക്കാൻ പരമാത്മാവിൻ്റെ യാതൊരു സ്വരൂപം, അതായത് പരമാത്മാവിൻ്റെ സ്വരൂപത്തെ ഗുരു ദൈവദശകത്തിൽ പറഞ്ഞു തന്നു. എന്താ അത്? നീ സത്യം ചൊല്ലിക്കേ. നീ സത്യം ജ്ഞാനമാനന്ദം ഭൂതം ഭാവിയും വേറല്ല ഓതും മൊഴിയും ഓർക്കിൽ നീ. ഭഗവാനെ ഓതുന്ന വാക്കുപോലും നീയാ. നീ സത്യമാണ്, ജ്ഞാനമാണ്, ആനന്ദമാണ്. ഇതാണ് ഭഗവാന്റെ സ്വരൂപം അല്ലേ? നീ സത്യം, ജ്ഞാനം, ആനന്ദം. അപ്പോൾ ഭഗവാന്റെ ആ സ്വരൂപം, ഈശ്വരൻ്റെ രൂപമില്ല കേട്ടോ. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, രൂപമില്ലാത്ത ഈശ്വരനെ പ്രാർത്ഥിക്കാൻ രൂപമുള്ള വിഗ്രഹങ്ങൾ ഗുരു തന്നു. അപ്പോൾ നമ്മൾ ആ രൂപത്തിനപ്പുറം പോകേണ്ടതുണ്ട് എന്നൊക്കെ പറഞ്ഞില്ലേ? എൻ്റെ മനസ്സിനെ ധ്യാനനിഷ്ഠമാക്കാനാണ് വിഗ്രഹങ്ങൾ. ആ വിഗ്രഹങ്ങളിൽ മാത്രം ഓടി നടന്ന് നിന്റെ ആത്മചൈതന്യത്തെ തെളിക്കാതെ നീ കടന്നു പോകരുത് എന്നൊരു പ്രാർത്ഥനയും കൂടി കോലവിദേശ സ്ഥലത്തിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈശ്വരൻ കണ്ണില്ലാതെ കാണുകയും, ആത്മചിന്തനം എന്ന് പറഞ്ഞൊരു കൃതിയുണ്ട് കേട്ടോ, ആത്മവിലാസം അല്ലേ? ഏതാ? ഈശ്വരൻ കണ്ണില്ലാതെ കാണുകയും, ദൈവചിന്തനമാണ് അല്ലേ? ഈശ്വരൻ കണ്ണില്ലാതെ കാണുകയും, മൂക്കില്ലാതെ മണക്കുകയും, ത്വക്കില്ലാതെ സ്പർശിക്കുകയും ഒക്കെ ചെയ്യുന്ന ചിത് സ്വരൂപനാണെന്നാണ് പറഞ്ഞത്. ഈശ്വരന് രൂപമില്ല, നാമവും രൂപവും ഇല്ലാത്ത ഈശ്വരനെ പിന്നെ നമ്മളെ എങ്ങനെ അറിയണേ? നിങ്ങളിപ്പോൾ ഈശ്വരനെ അനുഭവിച്ചുകൊണ്ട് അവിടെ ഇരിക്കണം, എങ്ങനെ അറിയണേ ഒന്ന് പറയാമോ? ഞാൻ പരമാത്മാവാണെന്ന് ഗുരു പറഞ്ഞില്ലേ? എങ്ങനെയാണ് നീ പരമാത്മാവാണെന്ന് നീ അനുഭവിക്കണം? എങ്ങനെയാ? നിന്റെ കണ്ണിലൂടെ കാഴ്ചയായി വന്നത് ചൈതന്യമാണ്, ചെവിയിലൂടെ ശബ്ദമായി വരുന്നത് ചൈതന്യമാണ്. ഞാൻ ആ പരമാത്മാവ് തന്നെ എന്ന് അനുഭവിക്കുന്നതാണത് അല്ലേ? അതുപോലെ തന്നെ നമ്മൾ കഴിച്ച ആഹാരം നമ്മളിരിക്കുമ്പോൾ നമ്മളാണോ അവിടെ ദഹനശക്തി ഉണ്ടാക്കി ദഹിപ്പിക്കുന്നത്? ആണോ? നമ്മുടെ ശരീരത്തിലൂടെ രക്തസംക്രമണം നടത്തുന്നത് നമ്മളാണോ അത് നിയന്ത്രിക്കുന്നത്? അങ്ങോട്ട് ഓടും ഇനി ഇങ്ങോട്ട് ഓടും എന്ന് പറഞ്ഞാൽ നമ്മളാണോ? ആണോ? നമ്മുടെ കണ്ണ് എത്ര കൃത്യസമയത്ത് നമ്മുടെ കൺപീലുകൾ ചിമ്മുന്നത്, ശ്വാസോച്ഛ്വാസം എടുക്കുന്നത്, ഇതൊക്കെ ആരെങ്കിലും നിയന്ത്രിക്കുന്ന? നീയാണോ നിയന്ത്രിക്കുന്നത്? ആണോ? നാം ആണോ നിയന്ത്രിക്കുന്നത്? നമ്മളറിയാതെ നമ്മളിൽ ഇരുന്നു കൊണ്ട് നമ്മളെ ശ്വസിപ്പിക്കുന്നതും കാഴ്ച കാണിപ്പിക്കുന്നതും
സ്പർശശക്തിയിലൂടെ സ്പർശനം അനുഭവിപ്പിക്കുന്നതും എല്ലാം ആ പരമ്പൊരുളായതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത്, നമ്മൾ പരമാത്മാവ് തന്നെ എന്ന് പറഞ്ഞത്. മനസ്സിലാകുന്നുണ്ടോ? ഈശ്വരനെ അനുഭവിച്ചുകൊണ്ടാണ് നമ്മൾ ഇരിക്കുന്നത്. പക്ഷെ അത് അറിയാൻ പറ്റുന്നില്ല. അവശതയായ അവിവേകത്തിലാണ് നമ്മൾ ഇരിക്കുന്നത്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ആ പരമാത്മാവിൻ്റെ സ്വരൂപം എൻ്റെ ബുദ്ധിയെ തെളിയിക്കണം. എൻ്റെ ബുദ്ധി തെളിയാത്തത് കൊണ്ട് എനിക്ക് പരമാത്മാവാണെന്ന് അനുഭവിക്കാൻ പറ്റുന്നില്ല. എൻ്റെ ബുദ്ധിയെ തെളിയിക്കണം. എന്നിട്ട് ഞാൻ കൂട്ടിവെച്ചിരിക്കുന്ന കർമ്മവാസനകളെ എല്ലാം നശിപ്പിക്കണമെങ്കിൽ ഞാൻ പരമാത്മാവാണെന്നും ഞാൻ ഈശ്വര ചൈതന്യം തന്നെയാണെന്നും എൻ്റെ ബുദ്ധിയിൽ ഉറയ്ക്കണം. നിന്റെ ബുദ്ധി തന്നെയാണ് എൻ്റെ ബുദ്ധി എന്ന് എനിക്ക് ബോധ്യമാകണം. ഞാൻ നീ തന്നെയാണ് ഭഗവാനെ എന്നെനിക്ക് ബോധ്യമാകണം. അപ്പോൾ ബുദ്ധി തെളിഞ്ഞു. എന്നിട്ട് എന്നെ നല്ല വഴിയെ കൊണ്ടുപോകുമോ? എന്തൊരു പ്രാർത്ഥനയല്ല, എന്തൊരു അപേക്ഷയാണത്. ഭഗവാനെ സകല പാപങ്ങളെ നശിപ്പിക്കും. ഒന്ന് പറഞ്ഞേ, അത് ഒന്ന് തീർത്ത് പോട്ടെ. ആ പാപങ്ങളൊക്കെ ഒന്ന് തീർന്നു പോട്ടെ. ഒന്ന് പറഞ്ഞേ, എൻ്റെ സകല പാപങ്ങളെയും നശിപ്പിക്കുന്ന, വറുത്ത് കളയുന്ന പരമാത്മാവിൻ്റെ യാതൊരു സ്വരൂപം എൻ്റെ ബുദ്ധിയെ തെളിയിച്ച് നല്ല വഴിയേ കൊണ്ടുപോകുമോ? നല്ല വഴി എന്ന് പറഞ്ഞാൽ ഏത് വഴിയാ? രണ്ട് വഴിയുണ്ട്. ഭൗതികതയിലേക്കുള്ള വഴിയുണ്ട്, ആത്മീയതയിലേക്കുള്ള വഴിയുണ്ട്. കുറേ പേരൊന്നും ഇവിടെ വന്നിട്ടില്ല അല്ലേ? അപ്പോൾ കുറേ പേര് പോയിട്ട് എനിക്ക് അവിടെ പോയി ഗീത പ്രാർത്ഥനയൊക്കെ കേൾക്കാം, അതിലൂടെ എനിക്ക് ഈശ്വര വഴിയിലൂടെ പോകാം എന്ന് സഞ്ചരിക്കുന്ന നല്ല വഴിയല്ലേ. മറ്റു വഴി എന്താ? ജനന മരണ ചുഴിയിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന ആ പാപത്തിൻ്റെ വഴിയാണ്, ഈശ്വരനല്ലാത്ത വഴികളെല്ലാം. മനസ്സിലായോ? അപ്പം എന്നെ കൊണ്ടുപോകേണ്ടത് നിന്റെ വഴിയിലൂടെ തന്നെയാണ്. ഞാൻ നീയാണെന്ന് എനിക്ക് ബോധ്യമാകണം. അതിന് എൻ്റെ ബുദ്ധിയെ തെളിയിച്ചു തരണമെന്ന് പ്രാർത്ഥിച്ചു. ഇത്രയും മനസ്സിലായോ? ഇച്ചിരി പിടികിട്ടിയോ? അടുത്ത നോക്കിക്കേ.